ഹലോ വരുവാ. അപ്പോൾ നമ്മളിന്ന് ട്രിപ്പിൾ ഐ കണ്ടക്ട് ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 50 മാർക്കിൻ്റെ പേപ്പറാണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പോൾ അത് അധികവും എന്താണ്, നമ്മളെ സ്റ്റഡി മെറ്റീരിയലുള്ള കുറച്ച് പ്രോബ്ലംസ് ഇട്ടിട്ട് ഇതാണ് ഈ മോഡലാണ് ഇത്ര മാർക്കിനാണ് വരിക എന്നുള്ള രീതിയിലാണ് കൊടുക്കുക. അപ്പോൾ ഇതിൽ സാധാരണ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യേകിച്ച് അതൊരു നമുക്കൊരു പാറ്റേൺ മനസ്സിലാവാൻ വേണ്ടിയാണ്, അത്രേ ഉള്ളൂ. കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ സർപ്രൈസിങ് എലമെൻ്റ് ഇതിലുള്ളത്, ഇവർ ഷെഡ്യൂൾ 3ൻ്റെ ഡിവിഷൻ 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിവിഷൻ 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾ 3ൽ ഡിവിഷൻ 2 ശരിക്കും പറഞ്ഞാൽ ഇല്ലുസ്ട്രേഷൻ പർപ്പസ് ഓൺലി എന്നാണ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് പർപ്പസിനാണ്. അപ്പം അതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കൂല എന്നുള്ളതാണ് പൊതുവെ ഉള്ളത്. ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ വെറുതെ ഇട്ടാണോ എന്നറിയില്ല. കാരണം ഡിവിഷൻ 2 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ ഓരോ ഐറ്റത്തിൽ എന്തൊക്കെ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുള്ളത് പറയുന്നില്ല. പക്ഷേ ഫോർമാറ്റ് ജസ്റ്റ് പഠിച്ചവർക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റും. കാരണം ഡിവിഷൻ 1ന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിവിഷൻ 2ന് ഇട്ടത്. അപ്പോൾ നമുക്ക് അറിയുന്ന ഐറ്റംസ് തന്നെ, പക്ഷേ ഡിവിഷൻ 2ൻ്റെ ഫോർമാറ്റിൽ വ്യത്യാസമുണ്ട്. P&L വ്യത്യാസം വലിയ ഭീകര വ്യത്യാസമൊന്നുമില്ല. അതർ കോംപ്രഹെൻസീവ് ഇൻകം വരും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അതർ കോംപ്രഹെൻസീവ് ഇൻകം ഒന്നും തന്നിട്ടുമില്ല. മറ്റേ ബാലൻസ് ഷീറ്റിലാണ് നല്ല ചേഞ്ച്. ആദ്യം അസറ്റ്, പിന്നെ ലാബിലിറ്റി. അസറ്റിൽ തന്നെ ഓർഡറിലൊക്കെ വ്യത്യാസമുണ്ട്. നമ്മളെ ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ് അങ്ങനെയൊന്നുമില്ല. റിസർവ് ആൻഡ് സർപ്ലസ്, മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറണ്ട് അതൊന്നുമില്ല. ഈ മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് അതിലാണ് വരാം. അതേപോലെ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻ്റ് ഒക്കെ അതർ ഇക്വിറ്റിയിൽ വരും. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ, അതർ ഇക്വിറ്റി. ഈ അതർ ഇക്വിറ്റിയിലാണ് എന്ത് വരാം, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, എന്താണ് റിസർവ് ആൻഡ് സർപ്ലസ്, മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറണ്ട്, ഈ പറഞ്ഞ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, അതൊക്കെ അതർ ഇക്വിറ്റിയിലാണ് വരുന്നത്. അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ബാലൻസ് ഷീറ്റിൽ ആദ്യം അസറ്റാണ്. അസറ്റ് തന്നെ ഓർഡറൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ മറ്റേ പഠിക്കുന്ന പോലെ നോൺ കറണ്ട് അസറ്റ്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ആൻഡ് ഇൻറ്റാഞ്ചിബിൾ അസറ്റ് അങ്ങനെയല്ല. അതിൻ്റെ അണ്ടറിൽ പ്രോപ്പർട്ടി പ്ലാന്റ്, അതിൻ്റെ അണ്ടറിൽ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് അങ്ങനെയല്ല. ഇത് വേറെ തന്നെ ഒരു അറേഞ്ച്മെൻറ്റിൽ ഒരു വ്യത്യാസമുണ്ട്. കണ്ടൻ്റൊക്കെ ഓൾമോസ്റ്റ് ചില ഐറ്റംസ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഫോർമാറ്റ് പഠിച്ചു പോവാം. ഇവർ ഡിവിഷൻ 1ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പോൾ ഡിവിഷൻ 2നും ചോദിച്ചത്. ഡിവിഷൻ 2ൽ വരുന്ന എക്സ്ട്രാ ഐറ്റത്തൊന്നും തൊട്ടിട്ടില്ല. അപ്പോൾ ഡിവിഷൻ 1ൽ വരുന്ന നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഐറ്റം വെച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ഇട്ടത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി ശ്രദ്ധിക്കുക, ഇതിൽ ഫസ്റ്റ് എന്തായാലും 5 ക്വസ്റ്റ്യൻ എന്തുണ്ടാവും, MCQ ഉണ്ടാവും. അത് ഫസ്റ്റ് വൺ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. താഴെ പറയുന്ന ഏതാ കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഡിബഞ്ചർ ക്യാരീസ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ആർക്കല്ല, ഡിബഞ്ചേഴ്സിനല്ല അല്ല, ഡിബഞ്ചേഴ്സിന് എന്താണ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് ഇൻകറക്റ്റാണ്, ഇത് ഇൻകറക്റ്റാണ്. ഇനി അടുത്ത എന്താണ്, എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മേ ഇഷ്യൂർ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ പറ്റില്ല. റെഡീമബിളേ പറ്റുള്ളൂ. മാക്സിമം എത്ര വർഷം, 20 വർഷം. ഇനി അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ആർ ദോസ് ആപ്ലിക്കേഷൻ ദാറ്റ് ആർ ബിയർ ദി സ്റ്റാമ്പ്. മാർക്ക്ഡ് ആപ്ലിക്കേഷനിലാണ് ആരെ സ്റ്റാമ്പ് ഉണ്ടാവുക, അൺറൈറ്റേഴ്സിൻ്റെ. അൺറൈറ്റേഴ്സിൻ്റെ സ്റ്റാമ്പ് ഇല്ലാത്തതിനാണ് എന്ന് പറയുന്നത് അൺമാർക്ക്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കറക്റ്റ് അല്ല. ഇനി എക്സെപ്റ്റ് ആസ് പ്രൊവൈഡഡ് സെക്ഷൻ 54 കമ്പനി ഷാൽ നോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. അതെ, അത് കറക്റ്റാണ്. അപ്പോൾ കമ്പനിക്ക് ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. എപ്പോഴാണ്, സെറ്റ് ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതല്ലേ കറക്റ്റ്. റെഡിയാണോ? അപ്പോൾ MCQ 1ൽ അതാണ് കറക്റ്റ്. ഓക്കെ. ഇനി MCQ 2 എന്താ പറയുന്നത്, MCQ 2 പറയുന്നത് ഇൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ് അണ്ടർ ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട്. ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013 ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ് ഷാൽ ബി ഷോൺ. ഷെയർ അപ്ലിക്കേഷൻ മണീസ് പെൻഡിങ് അലോട്ട്മെൻറ്റ് ഇത് എവിടെ കാണിക്കുമെന്നാണ് ചോദിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടാണോ അതോ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലാണോ കാണിക്കുക എന്നാണ് ചോദിക്കുന്നത്. എവിടെ കാണിക്കുക,
ഇവിടെ കാണിക്കാം. നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലാണോ, മറ്റേ നോൺ കറണ്ട് ലാബിലിറ്റിയിലാണോ, അണ്ടർ കറണ്ട് ലാബിലിറ്റിയിലാണോ, സെപ്പറേറ്റ് ലൈൻ ആയിട്ടാണോ? അതായത് നമ്മൾ ഷെഡ്യൂൾ 3 ഫോർമാറ്റിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 1, അതിൻ്റെ അണ്ടറിലാണ് ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ്, മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറണ്ട്. ഇനി 2 ഏത് ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്, ഇത് സെപ്പറേറ്റ് ലൈൻ ആയിട്ടാണ്, ഇതിൻ്റെ അണ്ടറിലല്ല വരുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. ഇനി അണ്ടർ വിച്ച് ദി ഫോളോയിങ് ബിസിനസ് മസ്റ്റ് ജനറേറ്റ് പോസിറ്റീവ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫോർ ഇറ്റ് ടു സർവൈവ് ദി ലോങ് റൺ. അതായത് എന്തായാലും പോസിറ്റീവ് ക്യാഷ് ഫ്ലോ വരേണ്ടത് ഏതിലാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരേണ്ടത്. കാരണം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അധിക കാലം ഓടാൻ പറ്റില്ല, എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ആയതുകൊണ്ടിരുന്നാൽ. ഇപ്പോൾ ഫിനാൻസിങ്ങിൽ നമുക്ക് നെഗറ്റീവ് വരാം. അപ്പോൾ നിങ്ങൾ ഈ വർഷം കൂടുതൽ ലോൺ തിരിച്ചടച്ചു, ഔട്ട്ഫ്ലോ ആണ് കൂടുതൽ. ഇപ്പോൾ ഈ വർഷം ലോൺ എടുത്തതിനേക്കാളും ഷെയർ ഇഷ്യൂ ചെയ്തതിനേക്കാളും, ഇപ്പോൾ ഈ വർഷം ഷെയറും നിഷേധിച്ചില്ല, ലോൺ എടുത്തിട്ടുമില്ല, നിങ്ങൾ എന്ത് ചെയ്തു? 2 ലക്ഷം ലോൺ തിരിച്ചടച്ചു, നല്ല കാര്യമാണ്. ലോൺ തിരിച്ചടച്ചു, അപ്പോൾ അതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഔട്ട്ഫ്ലോ ഉണ്ടാവും, അത് ബിസിനസ്സിനെ ബാധിക്കുന്നില്ല. ലോൺ അടയ്ക്കുന്നത് നല്ലതാണ്, അപ്പോൾ കമ്പനിയുടെ ഡെപ്റ്റ് കുറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഈ വർഷം നിങ്ങൾ അസറ്റുകൾ കൂടുതൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല, കമ്പനീൻ്റെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പുതിയ ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ. അപ്പോൾ ഇവിടെ ഓപ്പറേറ്റിങ്ങിൽ നെഗറ്റീവ് വന്ന പ്രശ്നമാണ്. ഓപ്പറേറ്റിങ്ങിൽ നെഗറ്റീവ് വന്നാൽ നമ്മളെ ഓപ്പറേഷൻ നടക്കാനുള്ള ക്യാഷ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് ലോങ് റണ്ണിൽ നമ്മൾ എഫക്റ്റ് ചെയ്യും, റെഡിയല്ലേ? അപ്പോൾ അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് ആൻസർ. ഇനി ലോസ് ഓഫ് തെഫ്റ്റ് ആർ കവേർഡ് ബൈ ബർഗ്ലറി ഇൻഷുറൻസ് ആണ്. ബർഗ്ലറി ഇൻഷുറൻസ് ആണ് ഇത് ലോസ് ഓഫ് തെഫ്റ്റിനെ കുറിച്ച് ലോസ് ഓഫ് തെഫ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ഏതാണ്? ബർഗ്ലറി. ലോസ് ഓഫ് തെഫ്റ്റ് ആർ കവേർഡ് ബൈ ബർഗ്ലറി ഇൻഷുറൻസ് പോളിസി. ഇനി അടുത്തത്, ദി എക്സ്പെക്റ്റഡ് സെയിൽസ് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് ₹20. എക്സ്പെക്റ്റഡ് സെയിൽസ് വാല്യൂ 20 lakh ആണ്, ആൻഡ് കമ്മീഷൻ 10% ഓൺ സെയിൽ ഈസ് പേബിൾ ടു ദി ഏജൻറ്റ്. കാൽക്കുലേറ്റ് ചെയ്യാൻ NRV എന്ന് പറഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നെറ്റ് കിട്ടുന്ന എമൗണ്ട്, അതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. അപ്പോൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 20 ലക്ഷം നമുക്ക് കിട്ടൂല, നമ്മളെ കയ്യിൽ വരുന്ന എമൗണ്ട് 20 ലക്ഷം വിറ്റ് കഴിഞ്ഞാൽ ഏജൻറ്റ് എത്ര എടുക്കും? 10% കമ്മീഷൻ എടുക്കും, റെഡിയല്ലേ? എന്ന് പറയുമ്പോൾ 20 lakhൻ്റെ 10% 2 lakh, ബാക്കി നമ്മളെ കയ്യിൽ എത്ര കിട്ടുക? 18 lakh. ഇതാണ് നമ്മളെ NRV, നെറ്റ് റിയലൈസബിൾ വാല്യൂ, 18 lakh. ഇനി അടുത്ത എന്താണ്? ജഗാസ് ലിമിറ്റഡ് ഇഷ്യൂഡ് എത്രയാണ്? 1 lakh ഷെയർസ് ഓഫ് ₹10 ഈച്ച്, പേബിൾ ആസ് അണ്ടർ. ആപ്ലിക്കേഷൻ്റെ കൂടെ 1, അലോട്ട്മെൻറ്റിൻ്റെ കൂടെ 2, ഫസ്റ്റ് കോൾ 3, ഫൈനൽ കോൾ 4. ഓക്കെ. ഓൾ മണി പേബിൾ ഓൺ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് കോൾസ് ഹാസ് ബീൻ റിസീവ്ഡ് വിത്ത് ഫോളോയിങ് എക്സെപ്ഷൻസ്. എല്ലാം കിട്ടി, താഴെ പറയുന്നവർ ഒഴികെ. ബീം എന്ന് പറഞ്ഞ ആൾ എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്? 1000 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്ത് പേ ചെയ്തില്ല? അലോട്ട്മെൻറ്റും കോളും പേ ചെയ്തില്ല. ഇനി റാം എന്ന് പറഞ്ഞ ആൾ 500 ഷെയർ ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഏതാ പേ ചെയ്യാത്തത്? ഫസ്റ്റ് കോളും ഫൈനൽ കോളും എന്ത് ചെയ്തില്ല? പേ ചെയ്തിട്ടില്ല. പിന്നെ ആരാണ്? ഭീം, റാം, സാം എന്താ ചെയ്യുന്നത്? 300 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഏതാ പേ ചെയ്യാത്തത്? ഫൈനൽ കോൾ പേ ചെയ്തില്ല. ദ ഷെയർസ് ഓഫ് ഭീം, റാം ആൻഡ് സാം വെർ therefore forfeited. ഇവരെ ഷെയർ ഫോർഫിറ്റ് ചെയ്തു. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി റീഷ്യൂ ആണ് പറയുന്നത്, അത് അവിടെ നിൽക്കട്ടെ, അതുവരെയുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം അപ്ലിക്കേഷൻ നമ്മൾ 1 ലക്ഷം ഷെയർസിൻ്റെ മേലെ ₹1 വെച്ച് വിളിക്കും. അപ്പോൾ അത് കിട്ടുന്ന അപ്ലിക്കേഷൻ കിട്ടുക. ജാലണ്ടർ എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ 1 ലക്ഷം. 1 ലക്ഷം ഇൻറ്റു 1 ലക്ഷം. ഇനി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എത്ര? 1 ലക്ഷം. 1 ലക്ഷം. ഇനി അടുത്ത എന്താണ്? അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി. അലോട്ട്മെൻറ്റ് മണി 2 അല്ലേ? അങ്ങനെ 1 ലക്ഷം ഷെയർസിൻ്റെ മേലെ എത്ര വരും? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അല്ലേ? 1 ലക്ഷം ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 ലക്ഷം. ഈ നമ്മൾ ഷെയർ ഇവർക്ക് അലോട്ട് ചെയ്യാൻ തീരുമാനിച്ച ഉടനെ അപ്ലിക്കേഷൻ മണി എങ്ങോട്ട് മാറ്റും? അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റും. ആ സെയിം ഡേ ആണ് എന്ത് വിളിക്കുക? നമ്മൾ അലോട്ട്മെൻറ്റ് മണി വിളിക്കുക. അപ്പോൾ ഇത് രണ്ടും നടക്കുന്ന ഒരേ ഡേറ്റിലായിരിക്കും അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഒരേ ഡേറ്റിലായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കമ്പൈൻ ചെയ്ത് എഴുതാം, പ്രശ്നമൊന്നുമില്ല. എന്താണ്? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് എത്ര? 1 ലക്ഷം. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് എത്ര? 2 ലക്ഷം. ഇത് രണ്ടും ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റിൽ ഷെയർ ക്യാപിറ്റൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എത്ര ആക്കുക? 3 ലക്ഷം ആക്കുക. ഇങ്ങനെ എൻട്രി ചെയ്താൽ നിങ്ങൾക്ക് റെഡിയല്ലേ? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ്, അതേപോലെ എന്താണ്? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ്
ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ഇങ്ങനെ എൻ്റർ ചെയ്താൽ 1 ലക്ഷം 2 ലക്ഷം 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഇങ്ങനെ ചെയ്താൽ അതാണ് ഇവിടെ ചെയ്തത്. ഇവർ 2 എൻട്രിയും കൂടി ഒരുമിച്ച് ചെയ്തു. ഷെയർ ആപ്ലിക്കേഷൻ ഷെയർ അലോട്ട്മെൻറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഷെയർസ് ഇക്വിറ്റി ഷെയർ ആണെന്ന് പറയുന്നില്ലല്ലോ, ഷെയർസ് എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൽ എഴുതിയാൽ മതി. ഇവിടെ ഇക്വിറ്റി ആണോ പ്രിഫറൻസ് ആണോ എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ എഴുതിയാൽ മതി, ഇക്വിറ്റിന്ന് എഴുതണമെന്നില്ല. ഇവിടെ മാത്രമേ ഇക്വിറ്റി വന്നിട്ടുള്ളൂ. ഷെയർ ക്യാപിറ്റലിൽ എഴുതിയാൽ മതി. റെഡി, 3 ലക്ഷം. ഇനി അടുത്തത് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. അലോട്ട്മെൻറ്റ് തരാത്ത ആരാണ്? ആദ്യത്തെ ആൾ ബീം 1000 ഷെയർ ഉള്ള ആൾ അലോട്ട്മെൻറ്റും കോളുകളും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അലോട്ട്മെൻറ്റ് തന്നില്ല. അപ്പോൾ 500 ഷെയറിൻ്റെ മേലെ 1000 ഷെയറല്ലേ ബീം ഹോൾഡ് ചെയ്യുന്നത്, 1000 ഷെയറിൻ്റെ മേലെ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടില്ല. 1 ലക്ഷം ഷെയർസാണ് നമുക്കുള്ളത്. അതിൽ 1000 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾ എന്ത് തരൂല? അലോട്ട്മെൻറ്റ് മണി തരൂല. 1000 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾ അലോട്ട്മെൻറ്റ് മണി തരൂല. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പോൾ കിട്ടാത്തത് ഇവർ കോൾസിൻ അരിയറിലേക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടും ചെയ്യാം, ഓപ്പൺ ചെയ്യാതെയും ചെയ്യാം. ഇവർ കോൾസിൻ അരിയറിലേക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല. ഞാൻ അധികം ക്ലാസ്സിൽ കോൾസിൻ അരിയർ ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്യിക്കുക, അതാണ് ബെറ്റർ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫോർഫീച്ചർ ചെയ്യുമ്പോൾ ഒറ്റ എൻട്രി ഇട്ടാൽ മതി, പരിപാടി തീരും. ഇവർ ഫോർഫീച്ചർ കോൾസിൻ അരിയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതാണ് ചെയ്തത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? മറ്റേ 1 ലക്ഷം ഷെയർസ് അല്ല, അതിൽ 1000 അല്ലേ തരാത്ത. അപ്പോൾ 99,000 × 2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,98,000 കിട്ടും. ശരിക്കും നമുക്ക് കോൾസിനേറ്ററിൽ ഡെബിറ്റ് ചെയ്യാം. ഈ കിട്ടാത്ത 1000 × 2 2000 അല്ലേ, കോൾസിനേറ്ററിൽ ഡെബിറ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ കോൾസിനേറ്റർ എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി. ഇവർ എന്ത് ചെയ്യുന്നില്ല? കോൾസിനേറ്റർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഇങ്ങനെയും ചെയ്യാം, ഓപ്ഷനാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഇനി ഫസ്റ്റ് കോൾ വിളിക്കുന്നത് 3 രൂപ വെച്ചിട്ട് 1 ലക്ഷം ഷെയർസിൻ്റെ വില. അപ്പോൾ 3 ലക്ഷം ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എത്ര വരും? 3 ലക്ഷം. ഇനി അടുത്തത് കിട്ടുമ്പോൾ ഫസ്റ്റ് കോൾ തരാത്തത് ബീം എന്ന് പറഞ്ഞ ആൾ മുതൽ അലോട്ട്മെൻറ്റ് മുതൽ അങ്ങോട്ട് തരുന്നില്ല. അപ്പോൾ ഇയാൾ ഫസ്റ്റ് കോളും തരുന്നില്ല, റാം എന്ത് തരുന്നില്ല? ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും തരുന്നില്ല, അപ്പോൾ ഫൈനൽ കോളും തരുന്നില്ല. അപ്പം 1500 ഷെയറിൻ്റെ മേലെ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഫസ്റ്റ് കോൾ കിട്ടിയില്ല. അപ്പോൾ ബാക്കി എത്ര? 1 ലക്ഷത്തിൽ 1500 കിട്ടില്ല, 98,500 ഷെയർ ഹോൾഡേഴ്സാണ് തരുന്നത്. 98,500 ഷെയർ ഹോൾഡേഴ്സാണ് തരുന്നത്. 98,500 × 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 2,95,500 വരും. ഇവിടെ അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കോൾസിനേറ്റർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇനി അടുത്തത് ഫൈനൽ കോൾ വിളിക്കുന്നത്. ഫൈനൽ കോൾ 4 രൂപയാണ്. എന്താ ചാനൽ എൻട്രി? ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ 4 ലക്ഷം വരും. 1 ലക്ഷം × 4 എന്ന് പറയുമ്പോൾ 4 ലക്ഷം വരും. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ 4 ലക്ഷം. ഇനി ഇത് കിട്ടുമ്പോൾ 1000 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആര്? ഫസ്റ്റ് ബീം അല്ലേ? നമ്മൾ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് കോള് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഇങ്ങനെയാണ്. ആപ്ലിക്കേഷൻ 1, അലോട്ട്മെൻറ്റ് 2, ഫസ്റ്റ് കോള് 3, ഫൈനൽ കോൾ 4, മൊത്തം 10 അല്ലേ? 7 10. ഇതിൽ ബീം എന്ന് പറഞ്ഞ ആൾ എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്? 1000 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇയാൾ ആപ്ലിക്കേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ, അവിടെ നിന്ന് അങ്ങോട്ട് തന്നിട്ടില്ല. പിന്നെ ആരാണ്? ബീം കഴിഞ്ഞിട്ട് പിന്നെ ആരാ പറഞ്ഞത്? റാം 500 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾ. ഇയാൾ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് തന്നു, ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും തന്നിട്ടില്ല. ഇനി സാം 300 ഷെയറാണ് ഹോൾഡ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് കോൾ തന്നു, തന്നിട്ടില്ല, ഫൈനൽ കോൾ തന്നില്ല. അപ്പോൾ ഫൈനൽ കോൾ തരാത്തതിൽ ഇവർ 3 ആളും വരും. അപ്പോൾ 1000 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ബീമും 500 ഷെയർ ഹോൾഡ് ചെയ്യുന്ന റാമും 300 ഷെയർ ഹോൾഡ് ചെയ്യുന്ന സാമും എന്ന് പറയുമ്പോൾ 1800 അയച്ചിട്ട് 1 ലക്ഷത്തിൽ നിന്ന് 1800 പോയാൽ എത്രയാണ്? 98,200 ഷെയർ ഹോൾഡ് ചെയ്യുന്നവരും തരുന്നുണ്ട്. അപ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ഫൈനൽ കോൾ 98,200 × 4 വരും. ഇനി ഇവരെ ഫോർഫീറ്റ് ചെയ്യാണ്. ഈ 1800 ഷെയറും മൊത്തം 1800 ഷെയർ അല്ലേ ഫോർഫീറ്റ് ചെയ്യണം. എന്താ ജേണൽ എൻട്രി? മൊത്തം വിളിച്ചിട്ടാണ് ഫോർഫീറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 1800 × 10 അതല്ലേ, 10 വിളിച്ചില്ലേ, അപ്പോൾ 18,000 വരും. ടു ഷെയർ ഫോർഫീച്ചർ കിട്ടിയത് നോക്കിയാൽ നിങ്ങൾ 1000 ഷെയറിൻ്റെ മേലെ 1 രൂപ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 1000 × 1 കിട്ടി. പിന്നെ അതേപോലെ അപ്പോൾ എത്ര വരും? 1000 വരും. പിന്നെ റാമിൻ്റെ 500 ഷെയറിൻ്റെ മേലെ എത്ര കിട്ടിയത്? 1 2 3 കിട്ടി. അപ്പോൾ എത്ര വരും? 1500 വരും. ഇനി സാമിൻ്റെ 300 ഷെയറിൻ്റെ മേലെ 1 2 3 6 കിട്ടി.
അപ്പോൾ 300 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ എത്ര വരും? 1800. അപ്പോൾ കിട്ടിയത് മൊത്തം എത്ര വരും? 2500, 3300, 4300 ഫോർ ഫീച്ചറിലേക്ക് മാറ്റേണ്ടത്. ടു ഷെയർ ഫോർ ഫീച്ചർ 4300. റെഡി അല്ലേ? ഇനി കിട്ടാത്തത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? ഇപ്പം അലോട്ട്മെൻറ്റ് തരാത്ത ആരാണ്? 1000 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഭീം മാത്രമാണ്. അപ്പോൾ 1000 ഇൻറ്റു 2, അലോട്ട്മെൻറ്റ് വേണ്ടിൻ്റെ 2. അപ്പോൾ ഇത് നമ്മൾ കോൾ സിനാരിയർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 3 സാധനം കൂടെ നമുക്ക് ഒറ്റയടിക്ക് കോൾ സിനാരിയർ എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതിയായിരുന്നു. അതായത് കുറച്ചും കൂടി എളുപ്പം. ഇപ്പോൾ ഇവർ കോൾ സിനാരിയർ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആ ഏതാണോ കിട്ടാത്ത അതേ കോളിൻ്റെ പേരിൽ തന്നെ നമ്മളിത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, 1000 ഇൻറ്റു 2 കിട്ടിയില്ല. പിന്നെ ഫസ്റ്റ് കോൾ 1500 ഇൻറ്റു 3 കിട്ടിയില്ല. പിന്നെ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 1800 ഇൻറ്റു 4 കിട്ടിയില്ല. അപ്പോൾ 1000 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഭീം അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി കിട്ടൂലല്ലോ, അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, അത് ക്യാൻസൽ ചെയ്യും. ഫസ്റ്റ് കോൾ ഇനി കിട്ടൂല. ആരത്? 1000 ഷെയർ ഭീമിൻ്റെ 500 ഷെയർ റാമിൻ്റെ കിട്ടില്ല. 1500 ഇൻറ്റു 3 കിട്ടൂല. ഇനി ഫൈനൽ കോള് ആരതൊക്കെ കിട്ടൂല? ഫൈനൽ കോള് ഭീമിൻ്റെ, റാമിൻ്റെ, സാമിൻ്റെ 1800 ഷെയറിൻ്റെ മേലെ 4 രൂപ ഇനി കിട്ടില്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യും. ഇനി ഈ ഷെയർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. എത്രക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്? റീഇഷ്യൂ ചെയ്യുന്നത് 5% ഡിസ്കൗണ്ടിലാണ്. എന്ന് പറയുമ്പോൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള സാധനമാണ്. 5% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? 0.5 വരും. 0.5 ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 9.5 നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 9.5 ഇഷ്യൂ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 1800 ഇൻറ്റു 9.5 എത്ര വരും? 17,100 വരും. ഷെയർ ഫോർ ഫീച്ചർ നമ്മൾ നഷ്ടം 0.5 ആണ്. 1800 ഷെയറിന് മേലെ 0.5, അപ്പോൾ 900 നഷ്ടം. 1800 ഇൻറ്റു 0.5 900 നഷ്ടം. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1800 ഇൻറ്റു 10 18,000 വരും ഫേസ് വാല്യൂ. ഇനി അടുത്തത് ഇക്വിറ്റി അല്ലല്ലോ, ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ആണെന്ന് പറയുന്നില്ല. ഇനി അടുത്തത് ഫോർ ഫീച്ചറിൽ ബാക്കിയുള്ള പൈസ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാം. ഫോർ ഫീച്ചറിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് 4,300, ഇവിടെ ഡെബിറ്റ് ചെയ്ത് 900. അപ്പോൾ 4,300 900 പോയി കഴിഞ്ഞാൽ 300, 600 പോയി കഴിഞ്ഞാൽ 3,400. 3,400 നമ്മൾ എങ്ങോട്ട് മാറ്റാം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാം. എന്താ ചാനൽ എൻട്രി? ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിസർവ്. കഴിഞ്ഞു. ഇനി ബി, XYZ ലിമിറ്റഡ് ഈസ് issuing 20 lakh shares of ₹10 each to the public. Unlimited has been appointed as the underwriter for 5% of issue size. 5% of issue size, അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ 5% ആര് അണ്ടർറൈറ്റ് ചെയ്യുന്നുള്ളൂ? അൺലിമിറ്റഡ് അണ്ടർറൈറ്റ് ചെയ്യുന്നുള്ളൂ. The commission payable to the underwriter is 5% of the issue price. Calculate the amount of underwriting commission payable to Unlimited if the share are issued at par. പാറിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് കമ്മീഷൻ? ഹൗ ഡു യു ആൻസർ ചേഞ്ച്? പ്രീമിയത്തിൽ ഇഷ്യൂ ആണെങ്കിൽ എത്ര കമ്മീഷൻ ആണ് ചോദിക്കുന്നത്? 5% ആണ് കമ്മീഷൻ. ഇഷ്യൂ പ്രൈസിൻ്റെ 5% ആണ്. ഇഷ്യൂ പ്രൈസിൻ്റെ 5. ഇപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അണ്ടർറൈറ്റേഴ്സിൻ്റെ മാക്സിമം കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 5% ആണ് ഇഷ്യൂ പ്രൈസ് ആണ്. അപ്പോൾ പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പാറിൻ്റെ 5%, പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം അടക്കമുള്ള എമൗണ്ടിൻ്റെ 5%. അപ്പോൾ നമ്മളിവിടെ 20 ലക്ഷത്തിൻ്റെ ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും അൺലിമിറ്റഡിന് നമ്മൾ അണ്ടർറൈറ്റ് ചെയ്യുന്ന എത്രയും ഒരു അണ്ടർറൈറ്റർ തന്നെ ആയിക്കോണമെന്നില്ലല്ലോ, മൾട്ടിപ്പിൾ അണ്ടർറൈറ്റർ ഉണ്ടാവും. അപ്പോൾ അൺലിമിറ്റഡ് നമ്മൾ അണ്ടർറൈറ്റ് ചെയ്യുന്നത് 5% ആണ്. എന്ന് പറയുമ്പോൾ എത്ര വരും? 20 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ 1 lakh അല്ലേ? 1 lakh ആണ് അൺലിമിറ്റഡ് നമ്മൾ അണ്ടർറൈറ്റ് ചെയ്യുന്നത്. ഈ 1 lakhൻ്റെ കേസിൽ ഈ 1 lakh ഷെയറിന് നമ്മൾ എത്രക്കാണ് ഷെയർ? ആദ്യം ഫസ്റ്റ് കേസ് എത്രയാണ്? പാറിൽ ഇഷ്യൂ ആണെങ്കിൽ എത്രയാണ് കമ്മീഷൻ എന്ന് വെച്ച്. അപ്പോൾ പാറിൽ ഇഷ്യൂ ആണെങ്കിൽ 10 രൂപയ്ക്ക് ഇഷ്യൂ അല്ലേ? എന്ന് പറയുമ്പോൾ എത്ര വരും? 10 ലക്ഷം. 10 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 50,000 ആണ് കമ്മീഷൻ. പാറിൽ ഇഷ്യൂ ആണെങ്കിൽ 50,000, അതായത് 1 lakh ഇൻറ്റു 10 ഇൻറ്റു 5% 50,000 ആണ്. ഇനി പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 1 lakh ഇൻറ്റു 20% പ്രീമിയം ഇല്ല, 10ന് പകരം എന്തെടുക്കുക? ഇഷ്യൂ പ്രൈസ് എടുക്കുക, 12 എടുക്കുക. ഇഷ്യൂ പ്രൈസ് പാറാണെങ്കിൽ 10 എടുക്കുക, പ്രീമിയം ആണെങ്കിൽ പ്രീമിയം അടക്കമുള്ള എമൗണ്ട് എടുക്കുക, 12 എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ എന്ത് കാണാം? 5% കാണാം. എന്ന് പറയുമ്പോൾ 12 lakhൻ്റെ 5% വരും. എന്ന് പറയുമ്പോൾ എത്ര വരും? 60,000 അല്ലേ? 60,000 വരും. ഇതാണ് ഇത്രയുള്ളൂ. സിമ്പിളാണ്, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല. ഇനി അടുത്തത് നിങ്ങളോട് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തന്നിട്ടുണ്ട്. എങ്ങനെ വേർട്ടിക്കലായിട്ടാണ് തന്നത്, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന്.
ഇനി അടുത്തത് പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആസ് പെർ ഡിവിഷൻ 2 ഓഫ് ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് ഫോർ ദ ഇയർ എൻ്റെ 30 ആൻഡ് ബാലൻസ് ഷീറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റുമാണ്. ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി ഫോളോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇത് ഭയങ്കര ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏതിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷെഡ്യൂൾ 3 ഡിവിഷൻ 1 ഇത് ഡിവിഷൻ 2 ആണ് ചോദിച്ചത്. ഡിവിഷൻ 1 വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇത് ഡിവിഷൻ 2 ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് അറിയുന്നവർക്ക് ചെയ്യാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ഒന്ന് പഠിച്ചിരിക്കുക, ഒന്ന് ഫോർമാറ്റിൻ്റെ ഓർഡർ ഒന്ന് നോക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. ഡിവിഷൻ 2 എക്സാമിന് ചോദിക്കില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ വെറുതെ പേടിപ്പിക്കാനിട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഡിവിഷൻ 2 ഓരോ ഷെഡ്യൂളും ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ മെറ്റീരിയലിൽ ഇല്ല. പിന്നെ അവർ ക്വസ്റ്റ്യൻ ഇടാൻ എക്സാമിന് ഇടാൻ പാടില്ല ശരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് P&L തുടങ്ങാം. P&L ആദ്യം നമ്മൾ എന്ത് കാണിക്കണം? ഇൻകം സൈഡിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതായത് നമ്മൾ എന്ത് കാണിക്കുക? സെയിൽസ് കാണിക്കുക. P&L വ്യത്യാസമൊന്നുമില്ല, നമ്മൾ സാധാ ഡിവിഷൻ 1 ഫോർമാറ്റ് തന്നെയാണ്. പിന്നെ അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞൊരു ഐറ്റം കാണിക്കാനുണ്ട്. അപ്പോൾ അതർ കോംപ്രഹെൻസീവ് ഇൻകത്തിലൊന്നും വരുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരെ നമ്മൾ നോർമൽ ഫോർമാറ്റ് ചെയ്താൽ മതി. ഡിവിഷൻ 1 ഫോർമാറ്റ് തന്നെ ചെയ്താൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഡിവിഷൻ 1 ഫോർമാറ്റിൽ വരുമ്പോൾ ഡിവിഷൻ 1 ഫോർമാറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെയിൽസ് കാണിക്കാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് സെയിൽസ് കാണിക്കാം. സെയിൽസ് 1,75,000. സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ കുറയ്ക്കാം. ഇതിലെന്തില്ല? സെയിൽസ് റിട്ടേൺ ഇല്ല. അപ്പോൾ നമ്മൾ നേരെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് 1,75,000 വന്നു. വേറെ ഇൻകം നിൽക്കുക, ഇതല്ലേ ക്രെഡിറ്റ് സൈഡ്, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഇതൊക്കെയാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇതിൽ കാണിക്കാം? ഇൻകം സൈഡാണ് ഇത്, ഇൻകം ക്രെഡിറ്റ് ബാലൻസുകളാണ്. അപ്പോൾ ഇൻകം വേറെ എന്തെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാവും. സൺട്രി ക്രെഡിറ്റേഴ്സ് ഇൻകം ആണോ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇൻകം ആണോ? അല്ല, ഡിസ്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകം ആണ് 2,100. ട്രാൻസ്ഫർ ഫീ, അതായത് നമ്മൾ പേരൊക്കെ മാറ്റാൻ, ഷെയറിൻ്റെ ഒക്കെ പേര് മാറ്റാൻ വേണ്ടി ട്രാൻസ്ഫർ ഫീ അടയ്ക്കണം കമ്പനിക്ക്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഷെയർ വേറെ ആക്കി വിട്ടു, അപ്പോൾ ഞാൻ ഇയാളുടെ പേരിലേക്ക് എന്ത് ചെയ്യണം? ഷെയർ സർട്ടിഫിക്കറ്റ് മാറ്റണം. അപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ഫീ അടയ്ക്കും. അപ്പോൾ ആ ട്രാൻസ്ഫർ ഫീ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇൻകം ആണ്. അപ്പോൾ ഇത് രണ്ടും കമ്പനിക്ക് ഇൻകം ആണ്. അപ്പോൾ 2,300 അതർ ഇൻകത്തിൽ കാണിക്കും. ഇനി അടുത്തെന്താണ്? ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഒന്നും കാണിക്കാനില്ല. ഇനി കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. പർച്ചേസ് ഉണ്ട് എത്ര? 60,900. പർച്ചേസിന് എന്ത് കുറയ്ക്കാണ്ട്? പർച്ചേസ് റിട്ടേൺ കുറയ്ക്കാനുണ്ട്. റിട്ടേൺ ഔട്ട്വേർഡ് 100 കുറയ്ക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാരേജ് ഇൻവേർഡ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതർ എക്സ്പെൻസിൽ കാണിക്കാം. ഇത് ഗുഡ്സിൻ്റെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ പർച്ചേസിൽ ആഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, അതർ എക്സ്പെൻസിൽ കാണിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതർ എക്സ്പെൻസിലും കാണിക്കാറുണ്ട് ഇത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പർച്ചേസിൻ്റെ കൂടെ ആഡ് ചെയ്യുക 60,900. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് ലെസ് ചെയ്യുക. ഏതാണ്? റിട്ടേൺ ഔട്ട്വേർഡ് ലെസ് ചെയ്യും. ഇനി അടുത്തത് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ പർച്ചേസിൻ്റെ കൂടെ ആഡ് ചെയ്തെന്ന് വെച്ച് ഈ അതർ എക്സ്പെൻസ് ആഡ് ചെയ്തെന്ന് വെച്ച് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ല. അതിപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ഒന്നും കാണുന്നൊന്നുമില്ലല്ലോ, അതർ എക്സ്പെൻസിൽ കാണിച്ചാലും മതി. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ കോസ്റ്റ് ഓഫ് പർച്ചേസ് പറഞ്ഞാൽ പിന്നെ അടുത്തെന്താ? ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് 30,000, ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? 35,000. അപ്പോൾ -5,000. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് പറഞ്ഞിട്ട് -5,000 കാണിക്കും. -5,000. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. എംപ്ലോയീസ് ബെനിഫിറ്റ് എനിക്ക് സാലറി, ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാം. വെൽഫെയർ എക്സ്പെൻസ്, ബോണസ് പെയ്ഡ്, പിന്നെ റിഫ്രഷ്മെൻറ്റ് ചാർജ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കാണിക്കാം. ഇവിടെ ഇപ്പോൾ വേജസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 55,200 വേജസ് കൊടുത്തു. വേജസ് മാത്രം കാണിക്കും. എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസിൽ വേജസ് മാത്രം കാണിക്കും. പിന്നെ അടുത്തെന്താണ്? വേജസ് കഴിഞ്ഞു, പർച്ചേസ് കാണിച്ചു, ഓപ്പൺ സ്റ്റോക്ക് എടുത്തു. ഇനി അടുത്തത് എംപ്ലോയീസ് ബെനിഫിറ്റ് കഴിഞ്ഞാൽ ഫിനാൻസ് കോസ്റ്റ് ആണ്. ഫിനാൻസ് കോസ്റ്റിൽ കാണിക്കാൻ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ നോക്കിയാൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഹാഫ് ഇയറിലേക്ക് കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 625 ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് ആണ് 625. അപ്പം നമ്മൾ P&L കാണിക്കേണ്ട 1 വർഷത്താണ്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ കാണിക്കുക. 625 കൂടെ കൂട്ടിയാൽ എത്ര? 1,280 അല്ലേ? 1,280 കാണിക്കുക. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അപ്പം ലാബിലിറ്റി സൈഡിൽ കാണിക്കാൻ മറക്കരുത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്.
അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഫിനാൻസ് കോസ്റ്റിൽ വർക്ക് നോട്ടായിട്ട് കാണിക്കുക. എന്നിട്ട് 6 മന്തിൻ്റെ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് കാണിക്കുക. മൊത്തം 1250 വരും. നോട്ട് ഉണ്ടാക്കുക. നോട്ട് നമ്പർ 5 ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് 6 മാസം കൂടെ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇതിൽ ഡിബഞ്ചർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയാൽ മതി. ഡിബഞ്ചർ എത്ര 5%. 25,000-ൻ്റെ 5% എന്ന് പറയുമ്പോൾ 1250 കൊടുക്കേണ്ടത്. നിങ്ങൾ എത്ര കൊടുത്തിട്ടുള്ളൂ? 625 കൊടുത്തിട്ടുള്ളൂ. അപ്പം 625 കൂടെ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇനി അടുത്ത ഫിനാൻസ് കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഹെഡിങ് എന്താണ്? ഫിനാൻസ് കോസ്റ്റ് കഴിഞ്ഞാൽ ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഡിപ്രിസിയേഷൻ എന്തെങ്കിലും ഉണ്ടോ? പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 9% ഉണ്ട്. റീവാല്യൂ ലൂസ് ടൂൾസ് 4400 പറയുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി 25,000. 25,000-ൻ്റെ 9% എന്ന് പറയുമ്പോൾ എത്ര വരും? 25,000-ൻ്റെ 9%. 25,000-ൻ്റെ 9% എന്ന് പറയുമ്പോൾ ഇരുപത്തയ്യായിരത്തിൻ്റെ 9% 2,250 വരും. പിന്നെന്താണ്? റീവാല്യൂ ലൂസ് ടൂൾസ് എത്ര ഉണ്ടായത്? ലൂസ് ടൂൾസ് 6,000. ലൂസ് ടൂൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. 1,600 കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ലൂസ് ടൂൾസ് ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷനിൽ നമുക്ക് എന്ത് കാണിക്കാം? പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ 2,250 കാണിക്കാം. മറ്റത് നോക്കാം. ഈ 2,250 കാണിക്കുക. 2,250 ലൂസ് ടൂൾസ് അല്ല, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഇനി അടുത്തെന്താണ്? അടുത്ത ഐറ്റം ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷനിൽ കാണിക്കാനൊന്നുമില്ലല്ലോ. അമോർട്ടൈസേഷനിൽ കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇനി അടുത്ത ഐറ്റം എന്താ? ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഒന്നും അമോർട്ടൈസ് ചെയ്തിട്ട് പറയുന്നില്ല. പിന്നെ അടുത്ത ഐറ്റം അതർ എക്സ്പെൻസ്. ബാക്കി എല്ലാ അതർ എക്സ്പെൻസിൽ കാണിക്കുക. അതർ എക്സ്പെൻസിൽ കാണിക്കാൻ എന്തൊക്കെ ഉണ്ട്? ഫ്യൂവലുണ്ട് 2,570. ഡിസ്കൗണ്ട് അലൗഡ്, റെൻറ്റ്, ടാക്സ്. ഇതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. ഇതിനൊന്നും ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡ് ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എത്ര ഐറ്റം? 3 ഐറ്റം ആയി അല്ലേ? ഇപ്പോൾ റെൻ്റ് ആൻഡ് ടാക്സ്, ഡിസ്കൗണ്ട്, അലൗഡ്, ഫ്യൂവല്, പിന്നെ അഡ്വർടൈസ്മെൻറ്റ്, ജനറൽ എക്സ്പെൻസ്, ബാഡ് ഡെപ്റ്റ്, മിസ്ലേനിയസ് എക്സ്പെൻസ്, ഇൻഷുറൻസ്. പിന്നെന്താണ്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ടോ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ടും ഉണ്ട്. ഇത് രണ്ടും ഡെപ്റ്റേഴ്സിൻ്റെ മേലെ 2%-ഉം 2.5%-ഉം കാണാം. റെഡി? അപ്പോൾ ഇതൊക്കെ അതർ എക്സ്പെൻസിൽ കാണിക്കുക. അപ്പോൾ അതർ എക്സ്പെൻസിൽ നോട്ടിൽ ഇത്ര ഐറ്റംസ് കാണിക്കുക. റെൻ്റ് ആൻഡ് ടാക്സ്, ഡിസ്കൗണ്ട്, ഫ്യൂവൽ, അഡ്വർടൈസ്മെൻറ്റ്, ജനറൽ എക്സ്പെൻസ്, ബാഡ് ഡെപ്റ്റ്, ഡിപ്രിസിയേഷൻ ഓഫ് ലൂസ് ടൂൾസ്. അതായത് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ലൂസ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻട്രിയിൻ്റെ കൂടെ നമ്മൾ കാണിക്കേണ്ട ഐറ്റമാണ്. AS2 പ്രകാരം ലൂസ് ടൂൾസ് ഇൻവെൻട്രീൻ്റെ കൂടെ വരുന്നതാണ്. ഈ ലൂസ് ടൂൾസിൻ്റെ അതിന് വേറെ കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. ഒരു സ്പെഷ്യൽ അസറ്റിൻ്റെ ടൂളാണെങ്കിലുള്ള ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് ലൂസ് ടൂൾസ് നമ്മൾ ഇൻവെൻട്രീൻ്റെ കൂടെ കാണിക്കുക. ഒന്നും പറയാത്തതുകൊണ്ട് ഇൻവെൻട്രീൻ്റെ കൂടെ കാണിക്കുക ലൂസ് ടൂൾസ്. അപ്പോൾ അതിൻ്റെ ഡിപ്രിസിയേഷൻ എത്രയാണ്? അതിൻ്റെ ഡിപ്രിസിയേഷൻ നമ്മൾ ലോസ് ഓൺ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓൺ റീവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് അതിനെന്തെങ്കിലും കാണിക്കാം, അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി അടുത്തത് മിസ്ലേനിയസ് എക്സ്പെൻസ്, ഇൻഷുറൻസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ
20,000-ൻ്റെ എത്ര പെർസെൻറ്റേജ്? 2% എന്ന് പറയുമ്പോൾ 400. ഈ 20,000 നിന്ന് ഈ 400 കുറച്ചിട്ട് അതിൻ്റെ മേലെ 2.5% ആണ് ഇത് കണ്ടത്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് കണ്ടത്. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക, അതർ എക്സ്പെൻസ് പറഞ്ഞിട്ട് കാണിക്കുക. അതർ എക്സ്പെൻസ് പറഞ്ഞിട്ട് കാണിക്കുക. ഇനി അടുത്ത എന്താ, അതർ എക്സ്പെൻസ്. ഇനി അടുത്തത് ടോട്ടൽ ഇൻകം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറയ്ക്കുക. ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. റെഡി അല്ലേ? പ്രൊവിഷൻ ഫോർ ടാക്സ് പറയാത്തതുകൊണ്ട് ഇത് തന്നെയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. വേറെ നമുക്ക് അതർ കോംപ്രഹെൻസീവ് ഇൻകം ഒന്നും ഇല്ലല്ലോ, അപ്പോൾ തന്നെയാണ് നമ്മൾ ഈ വർഷത്തെ പ്രോഫിറ്റ്. ഇനി അസറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ അസറ്റ്സിൻ്റെ കേസിൽ നമുക്കിവിടെ ബാലൻസ് ഷീറ്റ് ഷെഡ്യൂൾ 2 പ്രകാരമുള്ള ബാലൻസ് ഷീറ്റ്, അതായത് ഷെഡ്യൂൾ 3 ഡിവിഷൻ 2 പ്രകാരമുള്ള ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിൽ ആദ്യം എന്താ വരിക? ആദ്യം അസറ്റാണ് വരിക അല്ലേ? അസറ്റിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് കാണിക്കും. പിന്നെ അതേപോലെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിന് തൊട്ട് ആയ ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ്, പിന്നെ അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, ഗുഡ് വില്, പിന്നെ അതർ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സ്, പിന്നെ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ്. റെഡി അല്ലേ? പിന്നെ ബയോളജിക്കൽ അസറ്റ്, ഫിനാൻഷ്യൽ അസറ്റ്, ഇങ്ങനെ ഫോർമാറ്റ് നമ്മൾ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഫോർമാറ്റ് വ്യത്യാസമുണ്ട് അല്ലേ? ആദ്യം നമ്മൾ ഈ പറഞ്ഞ നോൺ കറണ്ട് അസറ്റുകൾ കാണിക്കും. നോൺ കറണ്ട് അസറ്റ് നമ്മൾ ഡിവിഷൻ 1 കാണിക്കുന്ന പോലെ അല്ല കാണിക്കല്, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ ഐറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ഓർഡറിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഓർഡറിലാണ്, അപ്പോൾ ആ ഫോർമാറ്റിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നോൺ കറണ്ട് അസറ്റിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പിന്നെ ഇതിൽ നമുക്ക് എന്തില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഇല്ലായിട്ട് പറയുന്നില്ല. പിന്നെ വേറെ അതർ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഇല്ല, ബയോളജിക്കൽ അസറ്റ് ഒന്നും തന്നിട്ടില്ല, ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടില്ല, ഇൻറ്റാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ് തന്നിട്ടില്ല. ഇതൊന്നും തരാത്തത് കൊണ്ട് നമ്മൾ നേരെ ഗുഡ് വില് കാണിച്ചു. അടുത്ത് വേറെ അതർ എന്തില്ല, ഗുഡ് വില് കഴിഞ്ഞിട്ട് പിന്നെ അതർ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് അതൊന്നുമില്ല. അപ്പോൾ ഉള്ള ഐറ്റംസ് മാത്രമേ ഇവർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് നമുക്ക് കാണിക്കാനുള്ള പ്ലാന്റ് ആൻഡ് മിഷനറി ഉണ്ട് അല്ലേ? പ്ലാന്റ് ആൻഡ് മിഷനറി അതിൻ്റെ ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് കാണിക്കുക. വേറെ ഫിക്സഡ് അസറ്റ് ഒന്നും ഇല്ലല്ലോ, പ്ലാന്റ് ആൻഡ് മിഷനറി മാത്രമല്ലേ ഉള്ളൂ. 25,000 ഡിപ്രിസിയേഷൻ 2,250 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? വേറെ എന്തെങ്കിലും ഉണ്ടോ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ കാണിക്കാൻ? ബിൽഡിങ് ലാൻഡ് ഒന്നുമില്ലല്ലോ. ബിൽഡിംഗ് ഉണ്ടല്ലോ 70,000, അതിന് ഡിപ്രിസിയേഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ 70,000 ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗ് 70,000, പ്ലാന്റ് ആൻഡ് മിഷനറി ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് 22,750 എന്തോ അല്ലേ? അപ്പോൾ മൊത്തം 92,750 വരുന്നു. 92,750. റെഡി? ഇനി ഗുഡ് വിൽ എത്ര പറഞ്ഞിട്ടുണ്ട്? ഗുഡ് വിൽ ഇവിടെ ഇതിൽ എത്ര തന്നിട്ടുണ്ട്? 28,000. നേരെ അവിടെ കൊണ്ടുപോയി കാണിക്കാം ഗുഡ് വിൽ. പിന്നെ അതേപോലെ വേറെ എന്താ തന്നിട്ടുള്ളത്? ഗുഡ് വിൽ അതേപോലെ നോൺ കറണ്ട് അസറ്റ് വേറെ ഒന്നുമില്ല. അതർ ഇൻറ്റാഞ്ചിബിൾ അസറ്റോ ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ്സോ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോപ്പർട്ടിയോ അതർ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ടോട്ടൽ ചെയ്തിട്ടു. ഇനി കറണ്ട് അസറ്റിലേക്ക് വന്ന ഇൻവെൻട്രീസിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇതും കൂടെ കാണിക്കണം, ലൂസ് ടൂൾസും കൂടെ കാണിക്കും. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് 35,000 ആണ് തന്നത്. ലൂസ് ടൂൾ ഇപ്പോൾ നമ്മൾ വാല്യൂ ചെയ്തത് എത്രയാണ്? ആ എമൗണ്ട് കാണിക്കുക. പുതിയ വാല്യൂ ചെയ്ത എമൗണ്ട് ഇല്ലേ 4,400, അത് കാണിക്കുക. അപ്പോൾ 35ഉം 4,400 എന്ന് പറയുമ്പോൾ എത്ര വരും? 39,400 വരും അല്ലേ? ഇൻവെൻട്രി 39,400. ഇൻവെൻട്രി 39,400. ഇനി ട്രേഡ് റിസീവ്സ്, ഡെപ്റ്റേഴ്സ് നമ്മൾ ഇതേപോലെ ഡെപ്റ്റേഴ്സിന് എന്ത് ചെയ്യുക? ഡെപ്റ്റേഴ്സ് 20,000 ആണ്, നോട്ടിൽ കാണിക്കുക 20,000 ആണ്. ഈ നോട്ട് നമ്പർ 3 ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇന്ന് ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 400, 20,000-ൻ്റെ 2% എന്ന് പറയുമ്പോൾ 19,600 വരും. എന്നിട്ട് ഇതിൻ്റെ മേലെ 2.5% എന്ത് കാണാം? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് കാണാം. 2.5% ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 2.5 എന്ന് പറയുമ്പോൾ 19,600 ഇൻറ്റു 2.5% എന്ന് പറയുമ്പോൾ എത്ര വരും? 490 വരും. റെഡി? ഇപ്പോൾ 19,600 490 കുറച്ച് കഴിഞ്ഞാൽ 19,110 വരും. അതാണ് ഇവിടെ കാണിച്ചത്. ഇവിടെ അതൊക്കെ നോട്ടിലുണ്ട്, നിങ്ങൾ നോക്കുക. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്.
നമ്മളത് ക്ലാസ് എടുക്കല്ല, ജസ്റ്റ് ഇങ്ങനെ എങ്ങനെ വന്നു എന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് വേറെ ചെയ്യാനില്ലാത്തതുകൊണ്ട് ക്യാഷിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്ന് നേരെ കൊണ്ട് എഴുതുക. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എത്ര തന്നിട്ടുണ്ട്? ക്യാഷ് 5000 തന്നിട്ടുണ്ട്. വേറെ ക്യാഷ് അറ്റ് ബാങ്കോ പിന്നെ മറ്റേ ക്യാഷ് ഇക്വലൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 5000 കാണിക്കുക, വേറെ ഒന്നും കാണിക്കാനില്ല. ഇനി വേറെ അതർ കറണ്ട് അസറ്റുകൾ കാണിക്കാനൊന്നുമില്ല. അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തൊക്കെയാണുള്ളത്? അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓതറൈസ് ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ കാണിക്കുമ്പോൾ ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ സെപ്പറേറ്റ് കാണിക്കണം. നമ്മൾ ഇഷ്യൂഡ് 1 ലക്ഷം ഉള്ളൂ, അപ്പോൾ ഓതറൈസ്ഡ് 2 ലക്ഷം ഉണ്ട്, അത് സെപ്പറേറ്റ് കാണിക്കണം. വേറെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കാൻ വേറെ ഒന്നുമില്ലല്ലോ. ഡിവിഡൻറ്റ് പ്രപ്പോസ് ചെയ്താണ്, അപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. വേറെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസ് അതേപോലെ എടുത്ത് ചെയ്ത് അത്രേ ഉള്ളൂ. വേറെ ഇതിലുള്ള ഫോർമാറ്റിലുള്ള വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ചെയ്ത്. ഇപ്പം കറണ്ട് അസറ്റ് ടോട്ടൽ അസറ്റ് വരും, ടോട്ടൽ കറണ്ട് അസറ്റ് പിന്നെ ടോട്ടൽ അസറ്റ് 1,84,260. ഇനി ലാബിലിറ്റി സൈഡിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇക്വിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ അങ്ങനെയല്ല. ഇവിടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഷെയർ ക്യാപിറ്റൽ പിന്നെ അതർ ഇക്വിറ്റി അങ്ങനെയാണുള്ളത്. ഷെയർ ക്യാപിറ്റൽ, അതർ ഇക്വിറ്റി. ഈ അതർ ഇക്വിറ്റിയിൽ എന്തൊക്കെ വരും? റിസർവ് ആൻഡ് സർപ്ലസ്, മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറന്റ് ഉണ്ടെങ്കിൽ അത്, അതേപോലെ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, ഇതെല്ലാം കൂടെ ചേർത്താണ് എന്ത് അതർ ഇക്വിറ്റി. നമുക്ക് ഷെഡ്യൂൾ 3ൻ്റെ ഡിവിഷൻ 1 ഇതൊക്കെ ഓരോന്നും സെപ്പറേറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ്, മണി റിസീവ്ഡ് ആൻഡ് ഷെയർ വാറന്റ്. പിന്നെ രണ്ടാമതായിട്ട് എന്ത് ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്. ഇവിടെ നമുക്ക് ഷെയർ ക്യാപിറ്റൽ വന്നിട്ട് അതർ ഇക്വിറ്റി. ഈ അതർ ഇക്വിറ്റിയിലാണ് അതിൻ്റെ തൊട്ട് താഴെ വരുന്ന 3 ഐറ്റം അതർ ഇക്വിറ്റിയിൽ വരും. റെഡിയല്ലേ? അപ്പോൾ ഷെയർ ക്യാപിറ്റൽ 1 ലക്ഷം, പക്ഷേ നമ്മൾ നോട്ടിൽ എന്ത് ചെയ്യണം? ഓതറൈസ്ഡ് വേറെ, ഇഷ്യൂഡ് വേറെ കാണിക്കണം. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ നോട്ട് എടുക്കുക. നോട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അസറ്റ് സൈഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ നോട്ട് ഉണ്ടാക്കുക. ലാബിലിറ്റി സൈഡിൻ്റെ ആദ്യം ബാലൻസ് ഷീറ്റിൻ്റെ നോട്ടാണ് ഉണ്ടാക്കേണ്ടത്. ലാബിലിറ്റി സൈഡിൻ്റെ നോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിനാൻസ് കോസ്റ്റ് ഇതിൽ വരെ നോട്ട് കാണിക്കുന്നില്ല ഇതിൽ, പക്ഷെ നോട്ട് ഉണ്ടാക്കണം. നമ്മളെന്ത് ചെയ്യുക? ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ എത്ര? അതിൽ ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 ലക്ഷമാണ് അല്ല 2 ലക്ഷമാണ് ഓതറൈസ് ഉള്ളത്, അത് കാണിക്കാം. ഇഷ്യൂഡ് എത്ര? ഇഷ്യൂഡ് 1 ലക്ഷം കാണിക്കുക. ഇത് നോട്ട് ഉണ്ടാക്കാം. ഇനി അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, റിസർവ് ആൻഡ് സർപ്ലസ് ഒക്കെ വരിക. റിസർവ് ആൻഡ് സർപ്ലസ് ജനറൽ റിസർവിൻ്റെ ബാലൻസ് ഒന്നും തന്നിട്ടില്ലല്ലോ. നമുക്ക് എന്തായാലും P&L കാണിക്കാനുണ്ടോ? വേറെ ക്രെഡിറ്റ് ബാലൻസിൽ ജനറൽ റിസർവ് അങ്ങനെയൊന്നും തന്നില്ലല്ലോ. ജനറൽ റിസർവ് ഒന്നും തന്നിട്ടില്ല, വേറെ റിസർവ് ഒന്നുമില്ല. അപ്പോൾ നേരെ ഈ വർഷത്തെ P&L നേരെ അതർ ഇക്വിറ്റിയിൽ കാണിക്കുക. ഈ വർഷത്തെ P&L ബാലൻസ് എത്രയായിരുന്നു? P&L ബാലൻസ് 36,635 നേരെ അതർ ഇക്വിറ്റിയിൽ കാണിക്കും. റിസർവ് ആൻഡ് സർപ്ലസിൽ വരുന്നൊക്കെ അതർ ഇക്വിറ്റിയിലാണ് വരാം. അപ്പോൾ P&L റിസർവ് ആൻഡ് സർപ്ലസിലല്ലേ വരാം. പിന്നെ ഡിബഞ്ചേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നാൽ അതേപോലെ കാണിക്കുക, വേറെ ഒന്നും കാണിക്കാനൊന്നുമില്ല, നോട്ടൊന്നും വേണ്ട. അപ്പോൾ നോൺ കറണ്ട് ലാബിലിറ്റിയിൽ ഡിബഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ. നോൺ കറണ്ട് ലാബിലിറ്റി വേറെ ഒന്നുമില്ലല്ലോ, വേറെ ഐറ്റംസ് ഒന്നുമില്ല. എവിടെയാണോ? ഇവിടെ നമ്മൾ മറ്റേ നോൺ കറണ്ട് ലാബിലിറ്റിയിൽ മറ്റേതിൽ ഷെഡ്യൂൾ 3 ഡിവിഷൻ 2 ആണെങ്കിൽ 4 ഹെഡിങ് കൊണ്ട് കഴിയും അല്ലേ? ഇവിടെ അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ലാബിലിറ്റി ഈ അതേപോലെ ബോറോയിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഹെഡിങ് ആണ്. അപ്പം അതിലാണ് എന്ത് വരാം? നമ്മുടെ ഡിബഞ്ചേഴ്സ് വരാം. അപ്പോൾ ഡിബഞ്ചേഴ്സ് കാണിച്ചു, വേറെ ഒന്നും ഇല്ല ഇതിൽ, ഡിബഞ്ചർ മാത്രമേ ഉള്ളൂ, അത് കാണിക്കാം. ഇനി കറണ്ട് ലാബിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ലാബിലിറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫിനാൻഷ്യൽ ലാബിലിറ്റി ആയിട്ട് ഒന്നുമില്ല. പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, അപ്പോൾ അത് ഇവിടെ വന്ന് കാണിച്ചു, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കറണ്ട് ലാബിലിറ്റിയിൽ. പിന്നെ ട്രേഡ് പേബിൾസിലും ഇല്ലല്ലോ. ക്രെഡിറ്റേഴ്സ് ഉണ്ടോ? ക്രെഡിറ്റേഴ്സ് ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടല്ലോ 10,000. ക്രെഡിറ്റേഴ്സ് കാണിക്കുക. ട്രേഡ് പേബിൾസ് ആയിട്ട് ക്രെഡിറ്റേഴ്സ് കാണിക്കുക. ബിൽസ് പേബിൾ ഒന്നും ഇല്ലല്ലോ. അപ്പം കറണ്ട് ലാബിലിറ്റീസിൽ എന്ത് കാണിക്കുക? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കാണിക്കുക 12,000. പിന്നെ ട്രേഡ് പേബിൾസ് പറഞ്ഞിട്ട് 10,000 കാണിക്കുക. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്, അതർ കറണ്ട് ലാബിലിറ്റിയിൽ എന്തുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് കാണിക്കാനുണ്ട്, അത് 625 അങ്ങനെ കാണിക്കുക. എന്നിട്ട് ഇത് ടോട്ടൽ ചെയ്യുക. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 22,625 വരും കറണ്ട് ലാബിലിറ്റീൻ്റെ ടോട്ടൽ. അപ്പോൾ
ഇവിടെ നോൺ ഇക്വിറ്റിൻ്റെ ടോട്ടൽ ഉണ്ട്. ഇവിടെ എത്രയാണ് ഇക്വിറ്റിൻ്റെ ടോട്ടൽ? 1,00,000. അതർ ഇക്വിറ്റി 36. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക. നോൺ കറണ്ട് ലാബിലിറ്റിയും കറണ്ട് ലാബിലിറ്റി എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 1,84,260 വരും. ഇവിടെ അല്ലേ? ഇത് തന്നെയല്ലേ നമ്മൾ അസറ്റ് സൈഡിലും കിട്ടി. അസറ്റ് സൈഡിൽ 1,84,260 കിട്ടി. അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് ഇതെവിടെ ലാബിലിറ്റി സൈഡിൽ തന്നെ കിട്ടി. ഇത് ഇത്രേ ഉള്ളൂ. ഫോർമാറ്റ് നോക്കുക, എന്നിട്ട് അതേപോലെ ചെയ്താൽ അത്രേ ഉള്ളൂ. ഫോർമാറ്റ് പഠിക്കുക. ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് നോക്കി വെക്കുക. അത് ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര റയറാണ്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ നിങ്ങളെ മെറ്റീരിയലില്ല. പിന്നെ കണ്ടിജൻറ്റ് ലാബിലിറ്റിയിൽ ആൻഡ് കമ്മിറ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ പ്രൊപ്പോസ് ഡിവിഡൻറ്റ് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഇത്ര ഉള്ളൂ. എത്രയാണ് പ്രൊപ്പോസ് ഡിവിഡൻറ്റ്? 10%. അങ്ങനെ എന്താ പറഞ്ഞിട്ടില്ലേ? പ്രൊപ്പോസ് ഡിവിഡൻറ്റ് 10% ഉണ്ട്. അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 1 lakh ആണ്. അതിൻ്റെ 10% ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അത്രേ ഉള്ളൂ. ബാലൻസ് ഷീറ്റിൻ്റെ പുറത്ത്. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രേ ഉള്ളൂ. ഇത് ഡിവിഷൻ 2ൻ്റെ ഫോർമാറ്റാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഡിവിഷൻ 2 ആണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങളോട് ട്രയൽ ബാലൻസ് ഡിസ്കൗണ്ട് റിസീവ്ഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4,80,000. പിന്നെ ഓപ്പണിംഗ് റിബേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലോസിംഗ് റിബേറ്റ് കാണാനുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് റിബേറ്റ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നിങ്ങളെ ഇയർ എൻഡ് 31 മാർച്ച് അല്ലേ? 31 മാർച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ തന്ന ഡേറ്റ് ഒക്കെ 31 മാർച്ച് കഴിഞ്ഞിട്ട് എത്ര ദിവസം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് ടേം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ഓരോ ബില്ലിൻ്റെയും ഈ ഇത്രയും 4 ബില്ലിൻ്റെയും എന്ത് കാണണം? മെച്യൂരിറ്റി ഡേറ്റ് കാണണം. മെച്യൂരിറ്റി ഡേറ്റ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 31 മാർച്ച് കഴിഞ്ഞിട്ട് എത്ര ദിവസം ബാക്കിയുണ്ട് നോക്കാം. അൺഎക്സ്പയർഡ് പീരീഡ് കാണും. 31 മാർച്ച് കഴിഞ്ഞിട്ട് എത്ര ബാക്കിയുണ്ട് നോക്കാം. എന്നിട്ട് ക്ലോസിംഗ് റിബേറ്റ് കാണും. അപ്പോൾ ആദ്യം നമ്മളത് വർക്കിംഗ് ആയിട്ട് അത് ചെയ്യാണ്. അപ്പോൾ ഡ്യൂ ഡേറ്റ് തന്നിട്ടുണ്ട്. റെഡി അല്ലേ? നമ്മൾ ബില്ലിൻ്റെ ഡേറ്റ് 2/1/2024. 3 മാസമാണ്. 3 മാസം എന്ന് പറയുമ്പോൾ 1ൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് എത്ര വരും? 2/4 അല്ലേ? 2/4 വരും. 2/4/2024 വരും. പ്ലസ് ഡേയ്സ് ഓഫ് ഗ്രേസ് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 2 ഡേയ്സിൻ്റെ കൂടെ, അതായത് ഫസ്റ്റത്തെ ബില്ലിൻ്റെ ഡേറ്റ് തന്നത് എത്രയാണ്? 2/1/2024 ആണ്. 3 മാസമാണ് പീരീഡ്. അപ്പോൾ 3 ആഡ് ചെയ്ത് എന്ന് പറയുമ്പോൾ എത്ര വരും? 2/4/2024. ഇനി ഡേയ്സിൻ്റെ കൂടെ ഒരു 3 ആഡ് ചെയ്യുക. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുമ്പോൾ 5/4/2024 വരും. ഇതാണ് മെച്യൂരിറ്റി ഡേറ്റ്. ഏതിൻ്റെ? ഫസ്റ്റ് ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്. ഇനി രണ്ടാമത്തെ ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്. രണ്ടാമത്തെ ബില്ല് 10/1/2024 ആണ്. 10/1/2024 ആണ്. 10/1/2024 കൂടെ എത്ര മാസമാണ്? 4 മാസമല്ലേ പറഞ്ഞേ? 4 മാസം എന്ന് പറയുമ്പോൾ എത്ര വരും? 10/5/2024 വരും അല്ലേ? ഇനി ഡേയ്സ് ഓഫ് ഗ്രേസ് 3 ആഡ് ചെയ്യുക. ഡേയ്സ് ഓഫ് ഗ്രേസ് 3 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 13/5/2024 വരും. 13/5/2024. 13/5/2024. ഇനി അടുത്തത് 10/1/2024. 10/1/2024 ആണ് അല്ല, ഇതല്ല ഇപ്പോൾ ചെയ്ത് 5/2. ഇനി അടുത്ത 5/2/2024 എത്രയാണ്? 2 മന്താണ്. അപ്പോൾ +2. അപ്പോൾ എത്ര വരും? 5/4/2024 വരും. ഇനി ഡേയ്സ് ഓഫ് ഗ്രേസ് 3 ആഡ് ചെയ്യുമ്പോൾ 8/4/2024 വരും. 8/4/2024. 8/4/2024. ഇനി അടുത്തത് 3/3/2024 ആണ്. 3/3/2024. 3/3/2024. 4 മന്ത് ആഡ് ചെയ്യുമ്പോൾ 3/7/2024. ഡേയ്സ് ഓഫ് ഗ്രേസ് 3 ആഡ് ചെയ്യുമ്പോൾ 6/7/2024 വരും. 6/7/2024. ഇനി ഈ ഡേറ്റ് 31 മാർച്ച് കഴിഞ്ഞിട്ട് ഈ ഡേറ്റിലേക്ക് എത്ര ദിവസം ഉണ്ട് നോക്കുക. 31 മാർച്ച് കഴിഞ്ഞിട്ട് എത്ര ദിവസം ഉണ്ട് ഈ പറഞ്ഞ ഡ്യൂ ഡേറ്റിലേക്ക് നോക്കുക. അതാണ് അൺഎക്സ്പയർഡ് പീരീഡ്. അപ്പോൾ അൺഎക്സ്പയർഡ് ഡേയ്സ് എത്രയാണെന്ന് വെച്ചാൽ 31 മാർച്ച് കഴിഞ്ഞിട്ട് 5th ഏപ്രിലേക്ക് എത്ര ദിവസം ഉണ്ട്? 5th ഏപ്രിലേക്ക് 5 ദിവസം അല്ലേ? ഇനി 31 മാർച്ച് കഴിഞ്ഞിട്ട് 13 മെയ് വരെ എത്ര ദിവസമുണ്ട്? 13 മെയ് വരെ. ഏപ്രിൽ 30 മെയ്യിൽ 13, 43 ദിവസമുണ്ട്. ഇനി അടുത്തത് 31 മാർച്ച് കഴിഞ്ഞിട്ട് 8th ഏപ്രിലിൽ എത്ര ദിവസമുണ്ട്? 8 ദിവസം. പിന്നെ 6 ജൂലൈ വരെ എത്ര ദിവസമുണ്ട്? ഏപ്രിലിൽ 30, മെയ്യിൽ 31, 61, ജൂണിൽ 30, 91, ജൂലൈയിൽ 6, 97.
97 ദിവസമുണ്ട്. ഇനി എന്ത് ചെയ്യുക, ബിൽ എമൗണ്ട് നമുക്ക് ഇത്ര ഇത് തന്നിട്ടുണ്ട്. ബിൽ എമൗണ്ട് 4 ലക്ഷം, 2 ലക്ഷം, അത് നമ്മൾ ഇവിടെ എഴുതി. ഇനി റിബേറ്റ് കാണാൻ എന്താ ചെയ്യുക, റിബേറ്റ് ഈസ് ഈക്വൽ ടു, റിബേറ്റ് എങ്ങനെ കാണും, ബിൽ എമൗണ്ട് ഇൻറ്റു, ഇതാണ് ബിൽ എമൗണ്ട്, ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാത്തിനും കോമൺ ആണെന്ന് തോന്നുന്നു അല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് തന്നത്, ഒരു സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ലല്ലോ. ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടോ, ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് ഓരോന്നും സെപ്പറേറ്റ് തന്നിട്ടുണ്ട് അല്ലേ. 5% ആണ് ആദ്യത്തെ. ബിൽ എമൗണ്ട് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് ഇൻറ്റു അൺഎക്സ്പയർഡ് പീരീഡ് ഡിവൈഡഡ് ബൈ 365. ഇത് ഡേയ്സിലായതുകൊണ്ട് 365. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ 4 ലക്ഷം ഇൻറ്റു 5%, ഫസ്റ്റത്തെ ബില്ലിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് വന്ന് 5% ആണ്. അപ്പോൾ 5%, 4 ലക്ഷം ഇൻറ്റു 5% ഇൻറ്റു 5/365 അടിക്കുമ്പോൾ നിങ്ങൾക്ക് 274 കിട്ടും. ചിലപ്പോൾ പോയിൻ്റൊക്കെ റൗണ്ട് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത ബില്ല് 2 ലക്ഷം ഇൻറ്റു 4% ഇൻറ്റു 43/365 വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇനി അടുത്ത ബില്ലിൻ്റെത് 1 lakh ഇൻറ്റു 4% ഇൻറ്റു 8/365 അടിക്കുമ്പോൾ 88 കിട്ടും നിങ്ങൾക്ക്. ഇനി അടുത്ത ബില്ല് 3 lakh ഇൻറ്റു 5% ഇൻറ്റു 97/365 അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് റിബേറ്റ് കിട്ടി. കേട്ടില്ലേ. ഓപ്പണിംഗ് റിബേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്, 27,500. ഇത് ഈ വർഷത്തെ ഇൻകം ആവും. ഇത് നമ്മൾ ഈ വർഷം ഡിസ്കൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലോസിംഗ് റിബേറ്റ് ലെസ് ചെയ്യുക. ഇതാണ് നിങ്ങൾ P&L കാണിക്കേണ്ടത്. അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് 4,80,000. ഇതിൽ ക്ലോസിംഗ് റിബേറ്റ് 5,290 ലെസ് ചെയ്യുക. ഓപ്പണിംഗ് റിബേറ്റ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓപ്പണിംഗ് റിബേറ്റ് 27,500 അല്ലേ, 27,500 ആഡ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ഈ വർഷം P&L കാണിക്കേണ്ടത്. എത്രയാണ് P&L കാണിക്കേണ്ടത്, 5,02,210. അപ്പോൾ 2 റിക്വയർമെൻറ്റ് ഇതിൽ ഒരു റിക്വയർമെൻറ്റ് എന്താണ്, റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് റിബേറ്റ് ഓൺ ബിൽസ് 30%. ക്ലോസിംഗ് റിബേറ്റ് കാണാൻ ജേണൽ എൻട്രി ചോദിച്ചിട്ടുണ്ട് അല്ലേ. കമ്പ്യൂട്ടർ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ക്രെഡിറ്റ് ടു P&L ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് റിബേറ്റിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുക, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് റിബേറ്റ് ഈ 5,290 കുറച്ചാൽ P&L മാറ്റേണ്ട എമൗണ്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് അക്കൗണ്ട് വരച്ചിട്ട് ചെയ്യണമെങ്കിൽ ഇതാ, ഓപ്പണിംഗ് റിബേറ്റ് എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് റിബേറ്റ് ഈ വർഷത്തെ ഇൻകം ആക്കണം, ക്രെഡിറ്റ് ചെയ്യണം. ഓപ്പണിംഗ് റിബേറ്റ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുക, ക്ലോസിംഗ് റിബേറ്റ് ഡെബിറ്റ് ചെയ്യുക. ഈ വർഷം ഡിസ്കൗണ്ട് ഇൻകത്തിന് കുറയ്ക്കണം, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ ഈ വർഷം കിട്ടിയത് ഇൻകമായിട്ട് കാണിക്കുക, ക്രെഡിറ്റ് ചെയ്യുക. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്ലോസിംഗ് റിബേറ്റ് ലെസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, P&L കാണിക്കേണ്ട എമൗണ്ട് കിട്ടും. ഇത് ജേണൽ എൻട്രി ചോദിച്ചിട്ടുണ്ട്. ജേണൽ എൻട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ജേണൽ എൻട്രി എഴുതിയില്ല. ജേണൽ എൻട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓപ്പണിംഗ് റിബേറ്റ് എന്താക്കണം, ഈ വർഷത്തെ ഇൻകം ആക്കണം. അപ്പോൾ ജേണൽ എൻട്രി റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസ്കൗണ്ട് ഓൺ ബിൽ, ഇതാണ് ഇതിൻ്റെ എൻട്രി. ഇനി ഇത് ഡിസ്കൗണ്ട് ബില്ല് ഈ വർഷം കിട്ടിയത്. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും, ബിൽ പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത് വരും, ഡിസ്കൗണ്ട് ഓൺ ബില്ല് വരും. എത്ര, 4,80,000. ഇനി ക്ലോസിംഗ് റിബേറ്റിൻ്റെ ജേണൽ എൻട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്കൗണ്ട് നിന്ന് കുറയ്ക്കണം. അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ബിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് വരും. ഇനി അടുത്തേതാ, മോഡൽ ഇൻഷുറൻസ് കമ്പനി ഫയർ ഇൻഷുറൻസ്. ഇത് ഫയർ ഇൻഷുറൻസിൻ്റെ റവന്യൂ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്ക് റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ 2 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. ക്ലെയിംസിൻ്റെ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഷെഡ്യൂൾ 2 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ക്ലെയിംസിൻ്റെ കാര്യം. ഷെഡ്യൂൾ 2 ഉണ്ടാക്കാം. ഷെഡ്യൂൾ 2 ക്ലെയിംസ് പെയ്ഡ് ഓൺ ഡയറക്റ്റ് ബിസിനസ്. ഇത് ക്ലെയിംസ് പെയ്ഡ് ഓൺ ഡയറക്റ്റ് ബിസിനസ്. ഇത് ക്ലെയിംസ് പെയ്ഡ് ഓൺ റീഇൻഷുറൻസ് ചെയ്ത്. ഇതപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യാനുള്ളതാണ്. ക്ലെയിംസ് റിസീവ്ഡ് ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ലെസ് ചെയ്ത് ഇൻകം ആണ്. മറ്റേ 2 എക്സ്പെൻസ് ആണ്. അപ്പോൾ കിട്ടിയത് എന്ത് ചെയ്യുക, ഇതിന് ലെസ് ചെയ്യും. ഇനി ഇതിൽ ഓപ്പണിംഗ് പേബിൾ ഉണ്ട് അല്ലേ. ഓപ്പണിംഗ് പേബിൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ 35,30,000 ആണ് എന്ത് ക്ലെയിം പെയ്ഡ്. റെഡിയല്ലേ. ഈ സർവയർ ഫീ അതേപോലെ ലീഗൽ ഫീ ഒക്കെ ക്ലെയിം റിലേറ്റഡ് എക്സ്പെൻസ് ആണ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലെയിംസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പം ക്ലെയിംസ് പേബിൾ ഡയറക്റ്റ് ബിസിനസ്സിൻ്റെ ഓപ്പണിംഗ് പേബിൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് പേബിൾ ലെസ് ചെയ്യുക, ക്ലോസിംഗ് പേബിൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ 35,30,000 35,30,000 ആണ് എന്ത്
35,30,000 ക്ലെയിം പെയ്ഡ്. ഇത് ലാസ്റ്റ് ആഡ് ചെയ്താലും മതി. ഇവർ ക്ലെയിംസ് പെയ്ഡിൻ്റെ കൂടെ ഇപ്പം തന്നെ തുടക്കത്തിൽ തന്നെ ആഡ് ചെയ്തിന്. ഏതാണ്? സർവെയർ ഫീ, ലീഗൽ ഫീ. ഇത് അവസാനം ആഡ് ചെയ്താലും മതി. ഇത് ആഡ് ചെയ്തു. അപ്പോൾ സർവെയർ ഫീ, ലീഗൽ ഫീ എന്തായാലും ആഡ് ചെയ്യണം ക്ലെയിംസിൻ്റെ കൂടെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഓപ്പണിംഗ് പേബിൾ ലെസ് ചെയ്യുക. ഓപ്പണിംഗ് പേബിൾ 8,75,000 ക്ലോസിംഗ് പേബിളാണ് ആഡ് ചെയ്യുക. 8,75,000 ക്ലോസിംഗ് പേബിൾ. ഇത് ക്ലോസിംഗ് പേബിൾ ആഡ് ചെയ്യുക. ഓപ്പണിംഗ് പേബിൾ 8,23,000 ഇത് ലെസ് ചെയ്യുക. പിന്നെ എന്താണ്? ക്ലെയിംസ് പെയ്ഡ് ഓൺ ഡയറക്റ്റ് ബിസിനസ് അതും ആഡ് ചെയ്യണം. ക്ലെയിംസ് പെയ്ഡ് ഓൺ ഡയറക്റ്റ് ബിസിനസ് ആഡ് ചെയ്യണം. സോറി, ക്ലെയിംസ് പെയ്ഡ് ഓൺ റീഇൻഷുറൻസിൻ്റെ ക്ലെയിം പേ ചെയ്ത് എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതെത്രയാണ്? 8,20,000 പക്ഷെ അതിലും എന്തുണ്ട്? ഓപ്പണിംഗ് പേബിളും ഉണ്ട്, ക്ലോസിംഗ് പേബിളും ഉണ്ട് അല്ലേ? ഓപ്പണിംഗ് പേബിൾ 58,000. ഈ 8,20,000 58,000 ലെസ് ചെയ്യുക. 87,000 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക അല്ലേ? ഓപ്പണിംഗ് പേബിൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ളത്, അത് ഈ വർഷം കൊടുത്തതിലുണ്ടാവും. ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല, ലെസ് ചെയ്യണം. ക്ലോസിംഗ് പേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലോസിംഗ് പേബിൾ എന്ന് പറഞ്ഞാൽ ഈ വർഷം നിങ്ങൾ കൊടുത്തിട്ടില്ല, പക്ഷേ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണ്ടേ? ആഡ് ചെയ്യും. അപ്പോൾ എങ്ങനെ വരും? $8,20,000 റീഇൻഷുറൻസിൽ കൊടുത്തത്. അതിൻ്റെ കൂടെ 58 ലെസ് ചെയ്യുക, 87 ആഡ് ചെയ്യുക. 57 ആഡ് 58 ലെസ്, അപ്പോൾ 8,40,000. അപ്പോൾ ഇത് ഡയറക്റ്റ് ബിസിനസ് പ്രീമിയം പെയ്ഡ് ഓൺ ഡയറക്റ്റ് ബിസിനസിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യും. ഇനി പ്രീമിയം റിസീവ്ഡ് ഓൺ റീഇൻഷുറൻസ് എന്ത് ചെയ്യണം? പ്രീമിയം റിസീവ്ഡ് ഓൺ റീഇൻഷുറൻസ് ലെസ് ചെയ്യണം. പ്രീമിയം റിസീവ്ഡ് എത്രയാണ്? 3,20,000 ആണ്. 3,20,000. ഈ 3,20,000 ഇവിടെ ഇത് ചുരുക്കി ഞാൻ വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. അതായത് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് പ്രീമിയം അല്ലല്ലോ, ക്ലെയിംസ് അല്ലേ? ക്ലെയിംസ് ഓൺ ഡയറക്റ്റ് ബിസിനസ് ഞാൻ ഷോർട്ടാക്കി ഇതാണ്. ഡയറക്റ്റ് ബിസിനസ് എത്രയാണ്? ക്ലെയിംസ് ഓൺ ഡയറക്റ്റ് ബിസിനസ് 35,30,000 അല്ലേ? ഇങ്ങനെ പ്രസൻറ്റ് ചെയ്താലും മതി. 35,30,000. റെഡി? ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യുക? ആഡ് ക്ലോസിംഗ് പേബിൾ ആഡ് ചെയ്യുക, ലെസ് ഓപ്പണിംഗ് പേബിൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഓപ്പണിംഗ് പേബിൾ ലെസ് ചെയ്യുക. ക്ലോസിംഗ് പേബിൾ എത്രയാണ്? അതായത് ഡയറക്റ്റ് ബിസിനസ്സിൽ ഇതാണ് ഓപ്പണിംഗ് പേബിൾ. ഡയറക്റ്റ് ബിസിനസ്, ഇത് ഡയറക്റ്റ് ബിസിനസ്സിൻ്റെ ആണ് ഈ കോളം. ഇതാണ് ക്ലോസിംഗ് പേബിൾ ആഡ് ചെയ്യുക, ഓപ്പണിംഗ് പേബിൾ ലെസ് ചെയ്യുക. അപ്പോൾ 8,70,000 ആഡ് ചെയ്യുക. ലെസ് ചെയ്യേണ്ടതോ? 8,23,000 എന്ത് ചെയ്യുക? ലെസ്സും ചെയ്യും. അപ്പോൾ എത്ര വരും? 35,30,000. 35,30,000 പ്ലസ് 8,70,500 മൈനസ് എത്ര? 8,23,000 എന്ന് പറയുമ്പോൾ 35,82,000 വരും. ഇത് ഔട്ടർ കോളത്തിൽ ചെയ്ത് 35,82,000. ഇത് എ. ഇനി അടുത്തെന്താണ്? അടുത്തത് ക്ലെയിംസ് പെയ്ഡ് ഓൺ റീഇൻഷുറൻസിൽ പേ ചെയ്ത് എത്ര ഉണ്ട്? റീഇൻഷുറൻസിൽ ഇത് ക്ലെയിംസ് പെയ്ഡ് ആണ്. ഇത് ഡയറക്റ്റ് ബിസിനസ്സിൽ പേ ചെയ്ത്, ഇത് റീഇൻഷുറൻസിൽ പേ ചെയ്ത് എത്ര? 8,20,000. ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ക്ലോസിംഗ് പേബിൾ ആഡ് ചെയ്യുക, ലെസ് ഓപ്പണിംഗ് പേബിൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ക്ലോസിംഗ് പേബിൾ എത്രയാണ്? ക്ലോസിംഗ് പേബിൾ അതായത് ഇത് ആണ് ക്ലെയിം പേബിൾ, ഇത് ഓപ്പണിംഗ്, ഇത് ക്ലോസിംഗ് റീഇൻഷുറൻസിൻ്റെ ക്ലോസിംഗ് 87,000, 58,000 ഓപ്പണിംഗ്, 87, 58 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര വരും? ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. വരും 8,40,000 വരും. 8,40,000 വരും. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇത് ബി, 8,40,000 ബി. ഇനി അടുത്തത് ക്ലെയിംസ്
റിസീവ്ഡ് ഓൺ റീഇൻഷുറൻസിലൂടെ നമുക്ക് ക്ലെയിം കിട്ടിയത്, റീഇൻഷുർ ചെയ്തിട്ട് ക്ലെയിം കിട്ടിയത്. അപ്പോൾ അതിൽ ക്ലെയിംസ് റിസീവ്ഡ് ഇതാ നേരെ നോക്ക്, റീഇൻഷുറൻസിൻ്റെ ക്ലെയിംസ് റിസീവ്ഡ് 3,20,000 അല്ലേ, 3,20,000 എടുക്കുക, 3,20,000. ഇതിൽ ഓപ്പണിംഗ് റിസീവബിൾ ഉണ്ടോ? ഇതാ ക്ലെയിംസ് റിസീവബിൾ ഉണ്ട്. ഇതാ ഓപ്പണിംഗ് റിസീവബിൾ ഈ വർഷത്തെ അല്ല, കഴിഞ്ഞ വർഷത്താണ്. അപ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ക്ലോസിംഗ് റിസീവബിൾ എന്ത് ചെയ്യണം? ആഡും ചെയ്യണം. അപ്പോൾ ആഡ് ക്ലോസിംഗ് റിസീവബിൾ 1,42,000. ആഡ് ക്ലോസിംഗ് റിസീവബിൾ 1,42,000 അല്ലേ, ലെസ് ഓപ്പണിംഗ് റിസീവബിൾ എത്രയാണ്? 85,000 അല്ലേ, ലെസ് ചെയ്യുക. അപ്പോൾ ഇത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? ഇത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 3,77,000 വരും. ഇനി അടുത്തത് ക്ലെയിം സെറ്റിൽമെൻറ്റ് എക്സ്പെൻസ് എന്തൊക്കെയുണ്ട്? ഇതവിടെ നോക്കിയേ, 38,000 സർവേയർ ഫീ, ലീഗൽ ഫീ 42,000, 38,000 പ്ലസ് 42,000. ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര വരും? 38ഉം 40 80 വരും. ഇത് ഡി, റെഡിയല്ലേ? നമ്മൾ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? എയും ബിയും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് സി കുറയ്ക്കുക, എന്നിട്ട് ഡി ആഡ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ടോട്ടൽ ക്ലെയിം ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടത്. എ എത്ര? 35,82,000. 35,82,000 കൂടെ 8,49,000 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എന്നിട്ട് 3,75,000 ലെസ് ചെയ്യുക, 80,000 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതായത് 41,34,000 വരും. 41,34,000 വരും. റെഡി? 41,34,000 വരും. ഇതാണ് നമ്മൾ ഈ വർഷത്തെ നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ കാണിക്കേണ്ട ക്ലെയിം, 41,34,000. ഇങ്ങനെ പ്രസൻറ്റ് ചെയ്താലും മതി. ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാറ്. റെഡി? ഇനി അടുത്തത് 5th one, KK Limited had 10 lakh ordinary shares ഔട്ട്സ്റ്റാൻഡിങ്. ഇത് എന്തിൻ്റെ ക്വസ്റ്റ്യനാണ്? ഇത് എനിക്ക് തോന്നുന്നു ഇത് EPSൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? EPSൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ EPS ബോണസ് അല്ലല്ലോ, ഇതിലെന്താ ഉള്ളത്? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ആണല്ലോ അല്ലേ? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ. അപ്പം ഇത് ഡയലൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അല്ലേ? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ കാണണം, അതിൽ ഡയലൂഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബേസിക് EPS ആദ്യം നമ്മൾ കാണുക. അപ്പോൾ നമുക്ക് എത്ര ആണ് പ്രോഫിറ്റ് ഉള്ളത്? പ്രോഫിറ്റ് 24 ലക്ഷം ഡിവൈഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇത്ര 10 ലക്ഷം അല്ലേ? അപ്പോൾ 24 ലക്ഷം ഡിവൈഡ് ബൈ 10 ലക്ഷം എന്ന് പറയുമ്പോൾ 2.4 ആണ് നമ്മൾ എന്ത് ബേസിക് EPS അല്ലേ? ഇനി നമ്മൾ ഓപ്ഷൻസ് എത്ര കൊടുത്തു? 2 ലക്ഷം ഓപ്ഷൻസ് കൊടുത്തു. ഈ 2 ലക്ഷം ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അപ്പോൾ അടുത്ത വർഷം ഇത് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നത് അല്ലേ? ഓപ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തു അല്ലേ? ഗ്രാൻഡ് ചെയ്തു, എക്സസൈസ് ചെയ്തിട്ടായിട്ട് പറയുന്നില്ല. അപ്പോൾ അടുത്ത വർഷം ഇതേ പ്രോഫിറ്റ് കിട്ടിയാൽ ഇതേ പ്രോഫിറ്റ് സെയിം, നമ്മൾ പ്രോഫിറ്റ് ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പ്രോഫിറ്റ് നമ്മൾ അത് വെച്ചിട്ടൊന്നും കളിക്കാനൊന്നും നിൽക്കുന്നില്ല. സെയിം പ്രോഫിറ്റ് തന്നെ കിട്ടുവാണെങ്കിൽ, അടുത്ത വർഷം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റേ ഇതിൽ EPSൽ എന്തെങ്കിലും ചേഞ്ച് വരും, ഡയലൂഷൻ വരും, അത് റിപ്പോർട്ട് ചെയ്യണം. ഡയലൂഷൻ വരുന്നത് റിപ്പോർട്ട് ചെയ്യണം. കൂടാണെങ്കിൽ പ്രശ്നമില്ല, ആൻറ്റി ഡയലൂഷൻ ആണെങ്കിൽ പ്രശ്നമില്ല. ഡയലൂഷൻ വരുന്നെങ്കിൽ എന്ന് പറയാം, ഡയലൂഷൻ വരുന്നത് കുറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ EPSൽ റിഡക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. റെഡിയല്ലേ? അതാണ് ഡയലൂട്ടഡ് EPS. റെഡിയല്ലേ? അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ 2 ലക്ഷം എന്ത് കൊടുക്കുന്നുണ്ട്? 2 ലക്ഷം ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ ഓപ്ഷൻ കൊടുക്കുന്നത് നമ്മൾ യൂഷ്വലി ഏതിനേക്കാൾ, മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവായിരിക്കും അല്ലേ? ഇപ്പം നമ്മളെ മാർക്കറ്റ് പ്രൈസ് ഫെയർ വാല്യൂ പെർ ഷെയർ 20 നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ്? 15. ശരിക്കും അതിലൊരു ബോണസിൻ്റെ എലമെൻ്റ് ഉണ്ട് അല്ലേ? ബോണസിൻ്റെ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫ്രീ ആയിട്ട് കുറച്ച് ഷെയർ വരും. ഇവിടെ നമ്മൾ ഇപ്പോൾ 20 രൂപൻ്റെ ഷെയർ ആണ് നമ്മൾ 2 ലക്ഷം ഷെയർ ആണ് കൊടുക്കുന്നത്. എത്ര? 15 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പം ഈ 2 ലക്ഷം ഇൻറ്റു 15 നമുക്ക് ഫണ്ട് കിട്ടുള്ളൂ. റെഡി അല്ലേ? 2 ലക്ഷം ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 ലക്ഷം ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ എത്ര വരും?
2 ലക്ഷം ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 30 ലക്ഷം വരും. 30 ലക്ഷം റെഡിയല്ലേ? 30 ലക്ഷം ഫണ്ട് വരും. പക്ഷേ നമ്മൾ ഈ 30 ലക്ഷം ഫണ്ട് നമ്മൾ നോർമൽ നമ്മളെ എംപ്ലോയീസിനായതുകൊണ്ടാണ് 15 കൊടുക്കുന്നത്. റെഡിയല്ലേ? വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഈ 30 ലക്ഷത്തിന് നമ്മൾ 30 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഷെയർ കൊടുക്കും നോക്കുക. അതായത് ഒരു ഷെയറിന് 20 ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ ഡിവൈഡ് ബൈ 20 അടിച്ചു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 20 അടിച്ചു കഴിഞ്ഞാൽ 30 ലക്ഷം ഡിവൈഡഡ് ബൈ 20 അടിച്ചു കഴിഞ്ഞാൽ 1,50,000 ഷെയറേ കൊടുക്കുള്ളൂ. വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ ഇതേ പൈസക്ക് നമ്മളെ എംപ്ലോയീസിന് 2 ലക്ഷം തരാൻ 2 ലക്ഷം ഷെയർ കൊടുക്കാൻ നമ്മളെ എംപ്ലോയീസ് എത്ര തരുന്നുള്ളൂ? 30 ലക്ഷമേ തരുന്നുള്ളൂ. വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ നമ്മൾ ഈ 30 ലക്ഷം തന്നാൽ 1,50,000 കൊടുക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 50,000 ഷെയർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇതിലൊരു ബോണസ് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസോഴ്സ് കൂടാതെ നമ്പർ ഓഫ് ഷെയർ കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ നമ്മൾ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തു, അതിന് ഇക്വലൻ്റ് റിസോഴ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരില്ല? ഡയലൂഷൻ സംഭവിക്കില്ല. അപ്പോൾ റിസോഴ്സ് ഒന്നും വരാതെ നമ്പർ ഓഫ് ഷെയർ കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡയലൂഷൻ സംഭവിക്കും. അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പ്രപ്പോസ്ഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ കാണണം. ഇവിടെ ഇപ്പം നിലവിൽ 10 ലക്ഷം ഉള്ളത് അല്ലേ? ഇപ്പോൾ ഇതിൽ നമ്മൾ ബോണസ് എലമെൻറ്റ് ഓപ്ഷൻസിലുള്ള ബോണസ് എലമെൻറ്റ് നമ്മൾ കാണണം. അത് ഇതിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ് 2 ലക്ഷം ഇൻറ്റു ഇഷ്യൂ പ്രൈസ് ഡിവൈഡ് ബൈ ഫെയർ വാല്യൂ. അപ്പോൾ നമുക്ക് 1,50,000 കിട്ടും. അല്ലേ? ഈ 1,50,000 2 ലക്ഷത്തിന് കുറച്ചാൽ 50,000 നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലെ. അത് നമ്മൾ 10 ലക്ഷത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും. അല്ലേ? എന്നിട്ട് നമ്മൾ EPS കാണും. ഇത് ഞാൻ ക്ലാസ് ചെയ്യിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം ഇൻറ്റു ഇതിങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 2 ലക്ഷം ഇൻറ്റു കൺസെഷൻ പെർ ഷെയർ. ഒരു ഷെയറിന് മേലെ എത്ര കൺസെഷൻ? 20 രൂപയുടെ ഷെയർ നമ്മൾ 15 കൊടുക്കുന്നത്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 50,000 വരും. ഈ 50,000 നേരം ഇപ്പോൾ ഉള്ള നമ്മളെ നമ്പർ ഓഫ് ഷെയർസിന് കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 10 ലക്ഷത്തിന് കൂടെ 50,000 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 10,50,000 വരും. ഇതാണ് പ്രപ്പോസ്ഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഈ നമുക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 24 ലക്ഷം ഡിവൈഡ് ബൈ 10,50,000 എന്ന് പറയുമ്പോൾ എത്ര വരും? 2.29 വരും. അപ്പോൾ 2.4 ഉള്ള ഇതേ പ്രോഫിറ്റ് തന്നെ കിട്ടുകയാണെങ്കിൽ അടുത്ത വർഷം നമ്മൾ ഈ സ്റ്റോക്ക് ഓപ്ഷൻ ഡിക്ലെയർ ചെയ്ത് കാരണം നമ്മളെ EPS എത്ര ആവാൻ സാധ്യതയുണ്ട്? കുറയാൻ സാധ്യതയുണ്ട്. എത്ര ആവാൻ സാധ്യതയുണ്ട്? 2.29 ആവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മളൊരു ഡയലൂട്ടഡ് EPS കാണാനാണ് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണാം. അപ്പോൾ എങ്ങനെ കാണും? ഇപ്പോൾ ബേസിക് EPS എങ്ങനെ കാണും നിങ്ങൾ? ഇപ്പോൾ ബേസിക് EPS 24 ലക്ഷം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 10 ലക്ഷം എന്ന് പറയുമ്പോൾ 2.4 വരും. ഇനി ഡയല്യൂട്ടഡ് EPS കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 24 ലക്ഷം തന്നെ എടുക്കുക. ഡിവൈഡഡ് ബൈ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ കൺസെഷൻ കൊടുക്കുന്ന ഷെയറിൻ്റെ എണ്ണം കൂടെ ഇതിൽ ആഡ് ചെയ്യുക. ഇതെങ്ങനെ കാണും? 10 ലക്ഷത്തിൽ കൂടെ നമ്മൾ കൺസെഷൻ കൊടുക്കുന്ന ഷെയറും കൂടെ ആഡ് ചെയ്യും എന്ന് പറയുമ്പോൾ അതെങ്ങനെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എത്ര ആണ് ഓപ്ഷൻ കൊടുക്കുന്നത്? നമ്പർ ഓഫ് ഓപ്ഷൻ ഇൻറ്റു കൺസെഷൻ പെർ ഷെയർ 5 രൂപ. 20 രൂപേൻ്റെ ഷെയർ 15 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ കൺസെഷൻ 5 ഡിവൈഡഡ് ബൈ ഫെയർ വാല്യൂ എത്രയാണ്? 20. ഇത് കണ്ടാൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഷെയർ കിട്ടും. അതായത് റിസോഴ്സ് വരാതെ എത്ര ഷെയർ പോകുന്നുണ്ട് എന്നുള്ളത് കിട്ടും. 50,000. അത് ഈ 10 ലക്ഷത്തിന് കൂടെ ആഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് ഡയലൂട്ടഡ് EPS. ഇതിപ്പോൾ 2.29 ആണ്. ഇത് 2.4ൻ്റെ മേലേക്ക് പോവുകയാണെങ്കിൽ എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ആൻറ്റി ഡയലൂഷൻ. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ ഡയലൂട്ടഡ് EPS. ഇനി അടുത്തെന്താണ്? നിങ്ങളോട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. P&L നോക്കിയാൽ മതി. 5,020 5,250 ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. ഇത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ല, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ എത്ര വരും? 260. ഇത് നേരെ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. നെറ്റ് പ്രോഫിറ്റ് 260. പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ എന്തായി? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയി. ഇത് ശരിക്കും നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. അതേപോലെ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. റെഡി അല്ലേ? ഇനി നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ? ഡിപ്രിസിയേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ? നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ ഫിക്സ്ഡ് അസറ്റ് എന്താ ഉള്ളത്? ഡിപ്രിസിയേഷൻ വരാനുള്ള ഒരു അസറ്റും ഇല്ല അല്ലേ? ഗുഡ് വിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് 2,500.
ഇപ്പോൾ ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ P&L അമോർട്ടൈസേഷൻ P&L കാണിച്ചിട്ടുണ്ടാവും. ഡിപ്രിസിയേഷൻ പോലെ ഇൻടാഞ്ചിബിൾ അസറ്റിന് എന്താണ് അമോർട്ടൈസേഷൻ, അതൊരു നോൺ ക്യാഷ് ആയിട്ടാണ്. എന്ത് ചെയ്യണം, തിരിച്ചാഡ് ചെയ്യണം. ലാൻഡിന് ഡിപ്രിസിയേഷൻ ഒന്നും വരില്ല. അപ്പം അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ് വില്ല് തിരിച്ചാഡ് ചെയ്യുക. അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ് വില്ല് തിരിച്ചാഡ് ചെയ്യുക. 2500 റെഡി അല്ലേ? പിന്നെ നിങ്ങൾ ഇത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ല നിങ്ങൾക്ക് കിട്ടിയത്, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള. അതായത് നിങ്ങൾ ഇപ്പം ഈ ഡിഫറൻസ് എടുക്കുമ്പോഴേ നമ്മൾ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഡിവിഡൻറ്റും കൂടെ കുറച്ചിട്ടുള്ള പ്രോഫിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ വർഷത്തെ പ്രോഫിറ്റിലേക്ക് എത്താം. അപ്പോൾ എല്ലാ ഡിവിഡൻറ്റും കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റാണ് നമ്മൾ ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ ഡിവിഡൻറ്റും കൂടെ കുറച്ചിട്ടുള്ള പ്രോഫിറ്റാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഡിവിഡൻഡ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചാഡ് ചെയ്യും. ഇപ്പം ഈ CMൻ്റെ മെറ്റീരിയൽ പ്രകാരം ഈ വർഷം നമ്മൾ കൊടുത്ത ഡിവിഡൻഡ് അവർ ഈ വർഷം P&L കാണിച്ചിട്ടുള്ള എന്നുള്ള അസംഷനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് തിരിച്ചാഡ് ചെയ്യണം. ഡിവിഡൻഡ് തിരിച്ചാഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വേറെ നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഒന്നുമില്ല. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടും. എത്രയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്? 260, 2500 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 260, 2500 കൂടെ ആഡ് ചെയ്യുക, 1750 എന്ന് പറയുമ്പോൾ 3250, 4250, 4250, 260 എന്ന് പറയുമ്പോൾ 4510 വരും. ഇനി എന്ത് ചെയ്യുക, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. കറണ്ട് അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്യുക, കറണ്ട് അസറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. റെഡി? പിന്നെ കറണ്ട് ലാബിലിറ്റി കൂടിയ ആഡ് ചെയ്യുക, കുറഞ്ഞ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും നോക്കാം. കറണ്ട് അസറ്റ് ക്യാഷ് നോക്കരുത്, ക്യാഷും ബാങ്കും ഒന്നും നോക്കരുത്, ക്യാഷ് ഇക്വലൻസ് ഒന്നും നോക്കരുത്. ഡെപ്റ്റേഴ്സ് എന്തായി, ഡെപ്റ്റേഴ്സ് കൂടി, അപ്പോൾ ലെസ് ചെയ്യുക. സ്റ്റോക്ക് എന്ത് ചെയ്തു, കുറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ അസറ്റ് സൈഡിലാണെന്നുള്ളൂ, ഒന്ന് ആഡ് ചെയ്യാനും ഒന്ന് ലെസ് ചെയ്യാനും. അപ്പോൾ ഡെപ്റ്റേഴ്സ് ലെസ് ചെയ്യാൻ ഡെപ്റ്റേഴ്സ്, ബുക്ക് ഡെപ്റ്റ് കുറഞ്ഞ ലെസ് ചെയ്യുക, സ്റ്റോക്ക് കുറഞ്ഞു എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇനി അടുത്തെന്താണ്, കറണ്ട് ലാബിലിറ്റിയിലേക്ക് വരുമ്പോൾ ക്രെഡിറ്റേഴ്സ് എന്തായി, കൂടിയാൽ ആഡ് ചെയ്യുക ക്രെഡിറ്റേഴ്സ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ശരിക്കും ഇത് ഇങ്ങനെയല്ല പ്രസൻറ്റേഷൻ വരുന്നത്, ഇതിനിപ്പോൾ ഇവർ കാണിച്ചുകൊണ്ട് ഡെപ്റ്റേഴ്സിന് കുറയ്ക്കാൻ ചെയ്യേണ്ടത്. ഇത് ശരിക്കും ഡെപ്റ്റേഴ്സിന് കുറയ്ക്കേണ്ട ഐറ്റംസ് ആണ് അല്ലേ. അപ്പോൾ ഈ 350 ഉള്ളത് 400 ആയി. അപ്പോൾ ഡെപ്റ്റേഴ്സിന് കുറയ്ക്കേണ്ടത് 50 കൂടി. അപ്പോൾ ഡെപ്റ്റേഴ്സ് കുറയേണ്ടതാണ്. ഡെപ്റ്റേഴ്സ് കുറയുന്ന കറണ്ട് അസറ്റ് കുറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ആഡാണ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലാബിലിറ്റി കൂടി എന്നുള്ള രീതിയിൽ ചെയ്താലും കറക്റ്റ് ആവും, ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ആവും. ആഡ് ചെയ്യും. പ്രൊവിഷൻ ലാബിലിറ്റി അല്ല ശരിക്കും, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ച് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ലാബിലിറ്റി പോലെ ട്രീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ആഡ് ചെയ്ത് പ്രൊവിഷൻ കൂടി, അപ്പോൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റേഴ്സ് കൂടി ആഡ് ചെയ്തു, അതേപോലെ പ്രൊവിഷൻ കൂടി ആഡ് ചെയ്തു. ഇത്രയും ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഐറ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ്, ഇത്രയും അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഐറ്റത്തിന് പറയുന്ന പേരാണ് എന്ത്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ബിഫോർ ടാക്സ്. ഇതിൽ ടാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതന്നെയാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ടാക്സ് ഒന്നും കുറയ്ക്കാനില്ല. ഇനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കാൻ ഇവിടെ നോക്കിയേ, ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 5000, വേറെ ഫിക്സഡ് അസറ്റ് ഒന്നും ഇല്ല, അപ്പോൾ ആകെ ലാൻഡ് തന്നെ ഉള്ളൂ. ലാൻഡ് 10,000 ഉള്ളത് 15,000 ആയി, 5,000 കൂടിയെന്ന് ഇവിടെ പറയുന്നുണ്ട്, വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ പർച്ചേസ് ഓഫ് ലാൻഡ് നെഗറ്റീവ് ഫിഗറായിട്ട് കാണിക്കുക, പർച്ചേസ് ഓഫ് ലാൻഡ്, വേറെ ഒന്നുമില്ല. അപ്പോൾ തന്നെയാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇനി അടുത്തെന്താണ്, അടുത്തത് ഫിനാൻസിങ്ങിലേക്ക് വരുമ്പോൾ ഷെയർ ക്യാപിറ്റൽ 35,000 ഉള്ളത് 52,000 ആയി, കൂടി. എത്ര കൂടി, 17 കൂടി. അപ്പോൾ ഇൻക്രീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇൻഫ്ലോ അല്ലേ, ഇൻഫ്ലോ ആയിട്ട് കാണിക്കുക, പോസിറ്റീവായിട്ട് കാണിക്കുക 17. പിന്നെ അടുത്തത് എന്താണ്, ഡിബഞ്ചർ 7,000 ഉള്ളത് 3,000 ആയി, ഡിബഞ്ചർ കുറഞ്ഞ് 4,000. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ 4,000, ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കുക 4,000. പിന്നെ അടുത്തെന്താണ്, വേറെ ഇതിലൊന്നും ഇല്ലല്ലോ. ഡിവിഡൻറ്റ് പെയ്ഡ് നെഗറ്റീവ് ഫിഗറായിട്ട് കാണിക്കുക 1750, നെഗറ്റീവ് ഫിഗറായിട്ട് കാണിക്കുക. ഡിവിഡൻറ്റ് പെയ്ഡ് 1750 നെഗറ്റീവ് ഫിഗറായിട്ട് കാണിക്കുക. ഡിവിഡൻറ്റ് പെയ്ഡ് നെഗറ്റീവ് ഫിഗറായിട്ട് കാണിക്കുക. ഡിവിഡൻറ്റ് പെയ്ഡ് അല്ലേ, ഇതല്ല, സോറി, ഇവിടെ അല്ല. ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ഡിവിഡൻറ്റ് പെയ്ഡ് നെഗറ്റീവ് ഫിഗറായിട്ട് കാണിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് അല്ലാതെ നമുക്ക് ഇത് കിട്ടും, 17 പോസിറ്റീവ്, 5,750 നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 5,750 പോയി കഴിഞ്ഞാൽ 11,250 പോസിറ്റീവ് വരും. നെറ്റ്
ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി 11,250. അപ്പോൾ ഇത് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു. എത്രയാണ് ഇത്? 7,750. ഇത് പ്ലസ് ഇത് ബി -5,000 ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലെ ഫ്ലോ. റെഡി? പിന്നെ സി ഇത് ഏതിൻ്റെയാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റിയിലെ ഫ്ലോ. ഇത് മൂന്നും കൂടെ കൂട്ടാം. അപ്പോൾ 7,150 11,250 കൂടെ കൂട്ടിയാൽ എത്ര വരും? 400 18,400 വരും അല്ലേ? 18,400 5,000 കുറയ്ക്കുക. 5,000 കുറച്ച് കഴിഞ്ഞാൽ 13,400 വരും. ഇതാണ് നെറ്റ് ഇൻക്രീസ്. പോസിറ്റീവാണ്, അപ്പോൾ നെറ്റ് ഇൻക്രീസ് ആണ്. നെറ്റ് ഇൻക്രീസ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 11,400. ഇതിൻ്റെ കൂടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യും. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 18,900 എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ക്ലോസിംഗ് ബാലൻസ് ആഡ് ചെയ്താൽ ക്ലോസിംഗ് ബാലൻസ് 18,900 കിട്ടും. ഇത്രേ ഉള്ളൂ. ഞാൻ പറയുക, ഈ മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനകത്ത് തരുന്നത്? ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിലെല്ലാം സിമ്പിളാണ്. നമ്മൾ മെറ്റീരിയൽ ഉള്ളത് അങ്ങനത്തെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതും മറ്റേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതും ഏതാണ്? ഷെഡ്യൂൾ 3 ഡിവിഷൻ 2ൻ്റെ ക്വസ്റ്റ്യൻ. ബാക്കിയൊക്കെ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തെന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുള്ള ഏരിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കാം. അല്ലാതെ വേറെ ബെനിഫിറ്റ് ഒന്നും കിട്ടാനൊന്നുമില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്.